നിങ്ങൾ അറിയുന്നുണ്ടോ കുട്ടികൾ ഏത് ഗെയിമാണ് കളിക്കുന്നത്? എന്നാൽ അപ്പം അതിൻ്റെ അർത്ഥം ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കുക, എടുത്തേക്കുക, അതും പറ്റൂല. കാരണം ആധുനിക തലമുറയിലെ കുട്ടികളുടെ ജീവാംശമാണ് സത്യം പറഞ്ഞ മൊബൈൽ. ഏതുപോലെ പണ്ടൊക്കെ മാംസ ബുക്ക്, സസ്യ ബുക്ക് എന്ന് പറയുന്നത് പോലെ 3 ബുക്കാണല്ലോ ഉള്ളത്. ഒന്ന് പറഞ്ഞാട്ടെ ഏതൊക്കെ? മാംസ ബുക്ക്, സസ്യ ബുക്ക്, മിശ്ര ബുക്ക്. മിശ്ര ബുക്ക് ആയതുകൊണ്ട് നമ്മൾ ഇറച്ചിയും എല്ലാം കൂടി കഴിക്കണം. നമ്മൾ മിശ്ര ബുക്കാണ്. മാംസ ബുക്ക് മാത്രമാണ് സിംഹം, പുലി പോലുള്ളതൊക്കെ മാംസേ കഴിക്കുള്ളൂ, പുല്ലൊന്നും കഴിക്കൂല. ഗതി കെട്ടാ പുലി പുല്ലും തിന്നു നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. എന്നാൽ സസ്യ ബുക്കാണ് ഏത്? ഈ പശു, ഇത് അവർക്ക് കൊണ്ടായിട്ട് ഇറച്ചി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതും വലിയ ദുരന്തം തന്നെയാണ്. നമ്മൾ മിശ്ര ബുക്കാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബുക്കും കൂടി ഉണ്ട്, ഇപ്പം ഇറങ്ങിയ സാധനമാണ്. അതെന്താ അറിയോ? ടെക് ബുക്ക്. ഈ 3 ചേർത്തതല്ല, എന്നാലും പറയപ്പെടുന്ന ഒരു പേരാണ് ടെക് ബുക്ക്. മാംസമില്ലാതെ ജീവിക്കാൻ പറ്റൂല, സസ്യമില്ലാതെ ജീവിക്കാൻ പറ്റൂല, ഇതേമാതിരി ടെക്നോളജി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. നിങ്ങളൊരു പുറത്തേക്ക് നിസ്കരിക്കാൻ പോയി മൊബൈൽ എടുക്കാൻ മറന്ന് നിസ്കാരത്തിൽ ഫുള്ള് ഇത് ഓർമ്മ വരുള്ളൂ. പക്ഷേ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാവോ? ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടാവോ? ഒരു 10 മിനിറ്റ് പോലും നമുക്ക് ഇതിൽ നിന്ന് വിട്ടിക്കാൻ പറ്റണില്ല. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വിട്ടിക്കാൻ പറ്റുന്ന നിവൃത്തിയില്ലായിട്ടാണ്. ഇപ്പോൾ 2 മണിക്കൂർ പ്രസംഗത്തിൽ ഇത് എവിടെ നിന്ന് എടുക്കാനാണ്? അങ്ങനെ ഒഴിവാക്കി ശീലിക്കണം. നമ്മൾ ഒഴിവാക്കി ശീലിച്ചേ പറ്റൂ. നമ്മൾ പുറത്തൊക്കെ ഇത് കണ്ടെത്തിയ ആൾക്കാർ കുറേശ്ശെ ഉപയോഗിക്കുള്ളൂ. ഞാൻ സായിപ്പന്മാരെങ്ങനെ ഉയർത്തി പറയല്ലോ, നിങ്ങൾ ക്ഷമിക്കണേ. കാരണം ആൾക്കാർ പോയി അതാകാനല്ല ശ്രമിക്കണേ. അവരെന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണേ. അവർ ഫോണ് വിളിക്കേണ്ട ആൾക്ക് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് കുറഞ്ഞ നേരം സംസാരിക്കുള്ളൂ. നമ്മളിങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയാൽ 1 മണിക്കൂർ ആവും ഇത് വെക്കാൻ. എന്നിട്ട് കുറഞ്ഞ വാക്കുകൾ സംസാരിച്ച് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഈ സാധനത്തിലുണ്ട്. ഒരുപാട് ഓപ്ഷൻ മൊബൈലുണ്ട്, അതിലൊരു ഓപ്ഷനാണ് സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫും ചെയ്തിട്ട് ഒറ്റ വെക്കലാണ്. എന്നിട്ട് അവർ പുസ്തകം വായിക്കാനിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും സായിപ്പന്മാർക്ക് വട്ടാന്ന്. അവരതൊക്കെ കണ്ടെത്തുന്നത്, അവരാ നമുക്കിതൊക്കെ തരുന്നത്, അവരതിൻ്റെ കച്ചവടം നടത്തുന്നത്. എന്നിട്ട് അവരൊക്കെ നല്ല ഉഷാറായിട്ട് ജീവിക്കുക. നമ്മൾ എപ്പോഴും ഈ ഒരു ലോകത്ത് തന്നെയാണ് താൻ. അപ്പോൾ കുട്ടികളുടെ കഥ അങ്ങനെ. ഇനി ഒരു കാര്യം കൂടി പറയാണ്. എൻ്റെ ഉമ്മമാർ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. ഒരു കുട്ടിനെ ഞാൻ കൗൺസിലിംഗ് നടത്തുകയാണ്. ഇപ്പം ഞാൻ കൗൺസിലിങ്ങിൽ ആരും എന്നെ വിളിക്കരുത്, ദയവ് ഏതൊരു മനുഷ്യനും വിളിക്കരുത്, അതിനു വേണ്ടി പറയല്ല. പക്ഷേ നടത്തേണ്ടി വന്നു. അപ്പോൾ ഉമ്മ ഇരുന്നിട്ട് ഉമ്മ പറയാണ്, എൻ്റെ മോൻ പുറത്തേക്ക് ഇറങ്ങാറില്ല സാറേ, പുറത്തേക്ക് ഇറങ്ങാറില്ല. എൻ്റെ അയൽവാസികൾ വെറുതെ പറയാം, എൻ്റെ മൂത്തച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായ ജ്യേഷ്ഠൻ്റെ ഭാര്യ, മൂത്തച്ചി വെറുതെ പറയാം, എൻ്റെ കുട്ടിനെ പറ്റിയിട്ട് വെറുതെ ഇങ്ങനെ പറയാം. എന്നാൽ ഉമ്മ ഇങ്ങനെ ഇരുന്ന് പറയുന്ന കൗൺസിലിങ്ങിൽ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്ത് നിൽക്കിൻ, ഞാൻ മോനോടൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ മോനോട് ചോദിച്ചു നോക്കുമ്പോൾ മോൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മോനോട് ജസ്റ്റ് സൈക്കോളജിക്കൽ ക്രോസ് ക്വസ്റ്റ്യൻ എന്ന് പറയും. എന്നാൽ മോനെ നിൻ്റെ ഭാവവും മട്ടും ഒക്കെ കണ്ടിട്ട് ഒരു പക്ഷേ നീ ഉപയോഗിക്കുന്നുണ്ടാകില്ല, പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക് ഞാൻ പറയുന്നു നീ ഉപയോഗിക്കുന്ന കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. പണ്ട് കുറത്തികൾ പറഞ്ഞ മാതിരിയുള്ള വർത്താനൊക്കെയാണ് സൈക്കോളജിസ്റ്റുകൾ പറയാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവൻ പറഞ്ഞു, സാറേ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ മോനെ നിനക്ക് എങ്ങനെ അത് കിട്ടിയത്, എങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ വഴികളറിയോ? ഈ മൊബൈലിലൂടെ. മയക്കുമരുന്ന് വീട്ടിലെത്തിയത് ഈ മൊബൈലിലൂടെ. അവൻ പറഞ്ഞു, ഞാൻ സെർച്ച് ചെയ്തു, കൊണ്ടുവരുന്ന ആൾക്കാരെ അവരിലേക്ക് വിട്ടു. അപ്പോൾ പൈസ വേണമെന്ന് പറഞ്ഞു, പൈസ മുൻകൂട്ടി അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അയച്ചു കൊടുക്കണമെങ്കിൽ സാധനം ഇവിടെ എത്തും എന്ന് പറഞ്ഞ് അങ്ങനെ എത്തിയിട്ട് അവൻ്റെ അടുത്തുള്ള പീടികയുടെ മതിൽ കൊണ്ടുവച്ചിട്ട് അവിടെ ഒരു കല്ലും വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പിന്നെ അയച്ചു കൊടുത്തിട്ട് ഉമ്മാൻ്റെ മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്ത് ഗൂഗിൾ പേ ചെയ്തിട്ട് ഈ സാധനം ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അവനെ ചുമരുമ്പോൾ പോയിട്ട് എടുത്തുണ്ടെന്ന്. പുറത്തേക്കൊന്നും പോയിട്ടില്ല, അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മതിൽമ തന്നെ. മൊബൈലിലൂടെ പോയി അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികളെത്തും. ഇതിൻ്റെ അർത്ഥം വേണ്ടെന്നല്ല, ഈ കുട്ടികളെ നിങ്ങൾ പോസിറ്റീവ് ആക്ക്. മൊബൈൽ കൊടുത്തോ, പക്ഷേ പോസിറ്റീവ് ആക്ക്. വൈകുന്നേരം മഗ്‌രിബിന് ശേഷം പിന്നീട് നിനക്ക് മൊബൈൽ കിട്ടണമെങ്കിൽ എന്തായാലും 9:30 മണി കഴിയുമെന്ന് കുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കുക. കാരണം മഗ്‌രിബിൻ്റെയും ഈ 9:30 ഇടയിൽ അവർക്ക് ഓതാനുണ്ട്, അവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് കിട്ടാനെങ്കിൽ ഇത് മുഴുവൻ പഠിച്ചിട്ടല്ല നിനക്ക് കിട്ടൂലെന്നെങ്കിൽ നിങ്ങൾ പറ. കുട്ടികളാണെങ്കിൽ അതിലും വലിയ വളവന്മാർ. കുട്ടികളെന്താ പറഞ്ഞത്? ഇതിലാണ് സാർ അയച്ചിരിക്കണത്, ഇതിലാണ് മെസ്സേജ് അയച്ചിരിക്കണത്, അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം എനിക്ക് പഠിക്കാനേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. സംഭവം അതിൽ പ്രൊജക്റ്റ് ഉണ്ടാവാം. ഞാൻ അധ്യാപകരുടെ ട്രെയിനിങ്ങിലും പറയാറുണ്ട്, അമിതമായിട്ട് ഈ മൊബൈലിലേക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കരുത്. അല്ലെങ്കിലും ലോകത്തിൽ സ്കൂൾ പറയുമ്പോൾ നിങ്ങൾക്കാർക്കൊന്നും തോന്നരുത്. അധ്യാപകർ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. MESൻ്റെ സ്റ്റേറ്റ് ലെവലിലുള്ള കോൺഫറൻസിൽ ഞാൻ പോയിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പൽമാർക്ക് ക്ലാസ് എടുക്കാൻ, ടോട്ടൽ കേരളത്തിൻ്റെ. അവരോട് ഞാൻ പറഞ്ഞു, എന്ന് വെച്ചാൽ ഒരിക്കലും കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കരുത്. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാളൊക്കെ എവിടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു,
വിദേശത്തിൽ ഒരുപാട് രാജ്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പോയിട്ടുണ്ട്. 53 രാജ്യം ഇന്നേ വരെ നമ്മൾ സന്ദർശിച്ച്. ആ 53 രാജ്യത്തിൽ അഡ്വാൻസ്ഡ് കൺട്രീസിൽ ഒട്ടുമിക്ക രാജ്യങ്ങൾ നമ്മൾ പോയി. UK മുതൽ കാനഡ മുതൽ ഓസ്ട്രേലിയ മുതൽ ജർമ്മനി, ഇറ്റലിയും ഫ്രാൻസും നെതർലാൻഡ്സ്, സ്വിറ്റ്സർലാൻഡ്സ് ഏറ്റവും ടോപ്പുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഫിൻലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ. ഫിൻലാൻഡിലെ ഏറ്റവും ടോപ്പ് സ്കൂൾ സിസ്റ്റം. എവിടെയും ഹോംവർക്ക് ഇല്ല. സ്റ്റാൻഡേർഡ് സ്കൂൾസിലൊന്നും ഹോംവർക്ക് ഇല്ല. ആവർത്തിച്ചു പറയുന്നു, ഞാൻ നേരിട്ട് കണ്ടോണ്ട് പറയാണ്. കാരണം ഹോം എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല, അവർക്ക് കളിക്കാനും മാതാപിതാക്കളോട് ബന്ധപ്പെടാനുള്ളതാണ്. ഇതൊക്കെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അത്ര സിസ്റ്റമേ ഉള്ളൂ ഈ ലോകത്തിൽ എവിടെ പോയാലും. ഇത് കുട്ടികൾ വരിക, എന്നിട്ട് പിന്നെയും 11 മണി വരെ എന്നിട്ട് വീട്ടിലിരുന്നിട്ട് പഠിക്കുക. ഇതെന്തൊരു പഠനമാണ്, ഇതെന്തൊരു പഠനമാണ്. ഞാൻ പറയുമ്പോൾ വിചാരിക്കും നിങ്ങളൊരു പഴഞ്ചനായിട്ട് പറയണം. ഞാൻ പഴഞ്ചനായതല്ല, നിങ്ങൾ നോക്കിക്കോ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ പറയുന്ന കോഡൂർ, വെസ്റ്റ് കോഡൂരിലെ മഹലിൽ വെച്ചിട്ട് ഒരു 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന സിസ്റ്റം ഇവിടെ വന്നാൽ, ഞാൻ മുഖ്യമന്ത്രി അനുകൂലിച്ചിട്ടോ പ്രതികൂലിച്ചിട്ടോ പറയല്ല, അവർ പറഞ്ഞ ഫിൻലാൻഡിലെ സ്കൂൾ സിസ്റ്റം ഒക്കെ വന്നാൽ ഒരൊറ്റ വരി പോലും വീട്ടിൽ നിന്ന് പിന്നെ പഠിക്കേണ്ടി വരില്ല. കാരണം സിസ്റ്റം അതാണ്. ഒരിക്കലും ഹോംവർക്ക് എന്ന് പറയുന്ന സാധനം ലോകത്തിൽ എവിടെ ഇല്ലാത്തൊരു കാര്യമാണ്. ഉമ്മാരോട് ബന്ധവും വാപ്പാരോട് ബന്ധവും കുറച്ച് കളിക്കലും കുറച്ച് നല്ല മതപരമായ ചിട്ടകളും ചെയ്യേണ്ട സമയത്ത് ഈ പറഞ്ഞ ഹോംവർക്ക് എന്ന് പഠിക്കുകയാണോ നമ്മുടെ കുട്ടികൾ? വെറും പഠിപ്പ് എന്ന് പറയുന്നത് മാത്രമാണ് കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നിങ്ങൾക്കൊന്നും തോന്നരുതേ. സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുന്ന ആളാണ്, അവിടുത്തെ ഫാക്കൽറ്റിക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്, എല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞോട്ടെ, കുറേ രാത്രി ഇന്ന് ഈ കുട്ടികൾക്ക് കോളേജിൽ നിന്ന് വന്ന സ്കൂളിൽ നിന്ന് വന്ന ആകെ ചടപ്പ്, അതിന് ശേഷം പിന്നെയും പഠിപ്പിക്കൽ. ഇതെന്തൊരു പഠിപ്പിക്കലാണ്? ലോകത്തിൽ ഈ കുട്ടികൾക്ക് വേറെ എന്തൊക്കെ വേണം? ഇപ്പം ഞാൻ നാളെ കൊണ്ടോട്ടിക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. 2 കോടി രൂപയാണ് അവിടെ ഒരു കുട്ടിക്ക് ഇത് കിട്ടിയിട്ട് ഫേസ് ക്യാമ്പസിൽ ഞാൻ പോയിട്ട് ക്ലാസ് എടുത്തിരുന്നു. ലക്ഷദ്വീപുകാരനായ ഒരു കുട്ടിക്ക്, ഒരു മുണ്ടാപ്പോത് കുട്ടിയാണ്, ആദരിക്കാൻ വേണ്ടി നമ്മൾ പോയിരുന്നു. 2 കോടി രൂപയാണ് സ്റ്റൈപ്പൻഡ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് വലിയ പഠിത്തം കൊണ്ടല്ല, കുട്ടികളുടെ കപ്പാസിറ്റി കൊണ്ടാണ്. കുട്ടികൾക്ക് കപ്പാസിറ്റി ഇല്ലാതെ കുറേ സാധനങ്ങൾ അടിച്ചു കയറ്റിയിട്ട് എന്താ കാര്യം? പഠിക്കൂല എന്ന് നമ്മൾ പറഞ്ഞവരൊക്കെ കുറേ ആൾക്കാർ ഉയർന്നു പോയി. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ ബിസിനസ്സുകാർ, MBA അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അവരൊക്കെ പഴയ 7ാം ക്ലാസ്സും ഗുസ്തിയാണ്. ഇതിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിക്കേണ്ടെന്നല്ല. SSLCയും +2യും ഡിഗ്രിയും PGയും PhDയും ഒക്കെ നമ്മുടെ കുട്ടികൾ നേടട്ടെ. എല്ലാറ്റിൻ്റെയും തലപ്പത്ത് അവരെത്തട്ടെ. അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ A+ എടുക്കുക മാത്രമാണ് പഠനമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് മാത്രമല്ല പഠനം. ഞാൻ വിദഗ്ധന്മാരുടെ അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നല്ല പാട്ടുകാരന് A+ ഇല്ല, നല്ല ഓട്ടക്കാരന് A+ ഇല്ല, നല്ല ഫുട്ബോളർക്ക് A+ ഇല്ല, നല്ല പ്രഭാഷകന് A+ ഇല്ല, നല്ല കവിക്ക് A+ ഇല്ല, നല്ല ഒരു അവതാരകന് A+ ഇല്ല, നല്ല ലീഡർക്ക് A+ ഇല്ല, നല്ല ഓർഗനൈസർക്ക് A+ ഇല്ല. ആകെ A+ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് തലയിലുള്ളത് മുഴുവനും പേപ്പറിലേക്ക് എഴുതിയാൽ കിട്ടുന്നതിൻ്റെ പേരാക്കി A+നെ നമ്മൾ ചുരുക്കി. എന്നിട്ട് അതിൻ്റെ ഡയറക്ടർ ബോർഡിലെ ചീഫ് പറയാണ്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ A+ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത A+ ആയിരുന്നു എന്ന് അതിൻ്റെ ചീഫ് എന്നെ പറയുകയും ചെയ്യുക. അതിപ്പോൾ 2 ആഴ്ച മുമ്പ് നമ്മൾ കേട്ടതുമാണ്. ഇതിൻ്റെ അർത്ഥം A+ എടുക്കേണ്ടെന്നല്ല. പഠിപ്പിക്കുക എന്നതിൻ്റെ പേരിൽ മദ്രസകൾ നമ്മൾ ഒഴിവാക്കുന്നു, മൂല്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നു, രാവിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് ഒഴിവാക്കുന്നു. ഇങ്ങനെ പഠിച്ച് പോയിട്ട് കുട്ടികൾക്കെല്ലാം കിട്ടണം. സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കിട്ടണം, ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ കിട്ടണം, ഇമോഷണൽ എഡ്യൂക്കേഷൻ കിട്ടണം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ കിട്ടണം. നമ്മുടെ കുട്ടികൾ വേണമെങ്കിൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് എടുക്കട്ടെ, കളരി അതിമനോഹരമായി പഠിക്കട്ടെ, അല്ലെങ്കിൽ നല്ല എക്സസൈസുകൾ ചെയ്യട്ടെ, അനുവദിക്കപ്പെട്ട രീതിയിൽ അവർ ഫുട്ബോൾ കളിക്കട്ടെ. അത് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. അതിനേക്കാൾ വലുത് ഇന്റലക്ച്വൽ എഡ്യൂക്കേഷനാണ്. അവരുടെ ബുദ്ധി വികസിക്കട്ടെ, അതിനുവേണ്ടി വായിക്കണം, അതിനുവേണ്ടി പഠിക്കണം, ഒരുപാട് പുസ്തകങ്ങൾ അവർക്ക് കൊടുക്കണം, അവർ തന്നെ എഴുതണം, അവർ തന്നെ അവതരിപ്പിക്കണം, ക്ലാസ് റൂമിൽ അവരുടെ പ്രബന്ധങ്ങൾ ഉണ്ടാകണം. ഇതാണ് ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ. അത് പഠനത്തിനും അപ്പുറത്താണ്. അതിൽ പഠനവും പെടുന്നു. പിന്നെ ഇമോഷണൽ എഡ്യൂക്കേഷൻ, ആളുകളോട് എങ്ങനെ പെരുമാറണം, ആളുകളോട് എത്ര മനോഹരമായാകണം, ഒരാൾ വീട്ടിൽ വന്നാൽ എന്ത് കൾച്ചറാണ് മുന്നോട്ട് വെക്കേണ്ടത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മളിവിടുത്തെ നമ്മളെ പ്രിയപ്പെട്ട സഹോദരിമാരോടും ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കല്യാണം പറയാൻ വേണ്ടി വരികയാണ്. കല്യാണം ആ സാധു നെഞ്ചിൽ നെരിപ്പോട് വെച്ചിട്ടായിരിക്കും വരുന്നത്. പെൺകുട്ടിയെ കെട്ടിക്കാനുള്ള ചെലവുകൾ, ആഭരണങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റുള്ള ചെലവുകൾ എല്ലാം മനസ്സിൽ പേറി നമ്മുടെ കോളിംഗ് ബെല്ല് നെക്കി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് കയറി ഇരിക്കാൻ പറയാൻ പോലും നമ്മുടെ കുട്ടികൾക്കാകുന്നില്ല. ഇതിനെയാണ് ഇമോഷണൽ സ്റ്റാറ്റസ് ഇല്ലാത്ത മക്കൾ എന്ന് പറയാം. ചിലപ്പം അവർ A+കാരാകാം. ഞാൻ A+കാരെ എതിർക്കല്ല. A+ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അപ്പുറത്തിരുന്നിട്ട് റെഫറൻസിലാകും, അല്ലെങ്കിൽ അപ്പുറത്തിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്കിലാകും, വാട്സപ്പിലാകും. ഈ സാധു വന്ന് കോളിംഗ് ബെല്ല് നെക്കിയിട്ട് ഉമ്മ പോണം അടുക്കളയിൽ നിന്ന്, എന്നിട്ട് പോയിട്ട് ആ സാധു അപ്പോഴേക്ക് 5-8 പ്രാവശ്യം നെക്കി കുറേ കാത്തുനിന്നിട്ടുണ്ടാവും.
ഈ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങട്ടെ, എന്നിട്ട് ഇക്ക ഇരിക്കട്ടോ അല്ലെങ്കിൽ ചേട്ടാ ഇരിക്കട്ടോ എന്നൊരു വാക്ക് ആ സാധു ഇരിക്കുമ്പോഴേക്ക് ഞാൻ ഉമ്മനെ വിളിക്കട്ടോ അല്ലെങ്കിൽ ഉപ്പനെ വിളിക്കട്ടോ എന്നിട്ട് അകത്തേക്ക് വന്നിട്ട് ഉമ്മ അവിടെ ആരോ വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാറുണ്ടോ? വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെയാണ് കുടിക്കുക? നമ്മൾ വിചാരിക്കും വെള്ളം കുടിക്കുമ്പോഴൊക്കെ കുടിക്കൽ എന്താണ് ഓർമ്മ ഉണ്ടോ ഹുസൈൻ സാഹിബിന്? വെള്ളം കുടിക്കുമ്പോൾ ഇവിടുന്ന് ശബ്ദം വരരുതെന്നും പറഞ്ഞിട്ട് നമുക്ക് എത്ര ചീത്ത കിട്ടിയിട്ടുണ്ട് നമ്മുടെ അധ്യാപകൻ്റെ കയ്യിൽ നിന്ന്. വെള്ളം കുടിക്കുമ്പോൾ ഇവിടുന്ന് ശബ്ദം വരരുത്, ആൾക്കാരെ മുമ്പൊന്നും മുഴുവൻ കുടിക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ശബ്ദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് പാടില്ലെന്ന് പഠിപ്പിച്ചിരുന്നു ഞങ്ങളെ. ഇതൊക്കെ ഞങ്ങൾ ചെയ്യണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ. കറക്റ്റായിട്ട് ഇരുത്തിയിട്ട് പാർലമെൻറ്റ് കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട്, ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? പാർലമെൻറ്റിൽ ഇരുത്തിയിട്ട് ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കൽ, ഇങ്ങനെ ഭക്ഷണം കഴിക്കൽ. ഞങ്ങൾ അധ്യാപകർ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ അധ്യാപകനെ വാഴ്ത്തി പറയല്ല, പക്ഷെ നമ്മൾ പറയണമല്ലോ ആൾക്കാർ പഠിപ്പിച്ചെന്നതിന്. ഓരോന്നിനും എങ്ങനെയാണ് പുസ്തകം വായിക്കേണ്ടത്. നമ്മളെ ഉമ്മാരെ പണ്ട് മിസ്വാക്ക് ഇട്ടിട്ട് കാലൊരുതി തരും. ഞാൻ പറയുമ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നും. മിസ്വാക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു, ചകിരിപ്പൊളി കൊണ്ട് ഉണ്ടാക്കണേ. ആ സാധനം കൊണ്ട് കാലിൻ്റെ വിരലൊരുതി തരും. അന്ന് നമ്മുടെ മടമ്പിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര വെളുപ്പായിരുന്നു. അതായിട്ടാണ് മിസ്വാക്കേറ്റ് വരുതുക. അന്ന് VKC ചെരുപ്പ്, ലൂണാറിൻ്റെ ചെരുപ്പൊക്കെയാണ്, അതൊക്കെ വെളുത്തിട്ടുണ്ടാകും. കാരണം ഇതായിട്ടാണ് നമ്മൾ അത് വരുതുക. എന്നിട്ട് ചകിരി കൊണ്ട് ഫുള്ള് കുളിപ്പിച്ചു തരും. ഇന്നത്തെ കുട്ടിയൊക്കെ എങ്ങനെ കുളിക്കാമെന്നറിയില്ല. ഒരു മുടിഞ്ഞ ഷവറുണ്ട്, അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരാക്കലും പോരലാണ്. ഞാൻ ഷവറിനെ കുറ്റപ്പെടുത്തല്ല. കാലിൻ്റെ എവിടെ എഴുതണം, എങ്ങനെ എഴുതണം. കാരണം കുട്ടികളെ കുളിപ്പിച്ച് ശീലമില്ല. കാരണം കുട്ടീൻ്റെ അടുത്ത് 3-ാം വയസ്സിൽ മൊബൈല്, ഉമ്മാൻ്റെ അടുത്താകട്ടെ കുട്ടിക്ക് 1.5 വയസ്സായപ്പോൾ മൊബൈല്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ കുളിപ്പിക്കാൻ നേരം. പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങൾക്കൊക്കെ വാരി തന്നിട്ട് ബാക്കിയായിരുന്നു ഉമ്മ കഴിച്ചിരുന്നത്. അത് വേറെ ഇല്ലായിട്ടൊന്നുമല്ല, മക്കളുടെ സ്നേഹത്തെയായിരുന്നു കഴിച്ചിരുന്നത്. ഇന്ന് നമ്മളെ കുട്ടികൾ കഴിച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരൊറ്റ തട്ടല. അതുകൊണ്ട് എന്താണെന്നറിയോ, കുറേ വയസ്സാകുമ്പോൾ കുട്ടീൻ്റെ ഒരൊറ്റ തട്ടല നമ്മളെ ഭക്ഷണമല്ല തട്ടുക, നമ്മളെ വൃദ്ധസദനത്തേക്കായിരിക്കും തട്ടുക. കഴിയുമെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് മക്കളെ കൊണ്ട് കഴിപ്പിച്ച് ശീലിപ്പിക്കണം. ഒരു പാത്രത്തിൽ നിന്ന്. അതൊക്കെ ഇന്ന് നടക്കുമോ നിങ്ങൾ ചോദിക്കും. ഇപ്പോഴും നടക്കുന്ന സ്ഥലമല്ലേ? വലിയ വലിയ രാജകൊട്ടാരത്തിൽ പോയാൽ വരെ, ഷെയ്ഖ് മുഹമ്മദ് വരെ ഇപ്പോഴും കഴിക്കുന്നത് ഇങ്ങനെ തന്നെയല്ലേ? പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിഥിയായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, പരിപാടിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അവരൊരു സൽക്കാരത്തിനൊക്കെ വിളിച്ചാൽ ആരായി ഭക്ഷണം ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഗൾഫിലുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കണ ഒരു പാവം ചെയ്താലേക്കാണ് ഉണ്ടാക്കിയിട്ടില്ല, താലഹി എന്നറിയും, വരാൻ പറയും. എന്നിട്ട് ആ പ്ലേറ്റിൽ ഇരുത്തിയിട്ട് അവർ കഴിപ്പിക്കും. നമുക്കിതൊന്നും ശീലമില്ല. ഒന്നിച്ചിരുന്നിട്ട് കുട്ടികളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ട് ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ, ഒരുള്ള കുട്ടിക്ക്, ഒരുള്ള ചെറിയ മക്കളാണെങ്കിൽ, വലിയവരാണെങ്കിൽ ഒന്നിച്ചിരുന്ന് കഴിക്കട്ടെ. ഇനി വലിയ കുട്ടികളാണെങ്കിൽ ഒന്ന് വായിൽ വെച്ച് കൊടുക്കുക. ഈ കോടൂക്കാരിയായിട്ടുള്ള പ്രിയപ്പെട്ടൊരു സഹോദരിയുണ്ട്. ഞാൻ കോടൂർ വന്ന് സംസാരിക്കും പോലെ പറ്റി പറയണം, ഓർമ്മ വന്നതാണിപ്പോൾ. എൻ്റെ സഫീറിൻ്റെ ഉമ്മ. സഫീർ എന്ന് പറഞ്ഞാൽ എൻ്റെ കളിക്കൂട്ടുകാരനാണ്. നിങ്ങൾ ഈ കോടൂരിലെ മഹലിലൊരു പ്രധാനപ്പെട്ട ഒരാളുടെ മോളാണ്. തന്നെയല്ല, അവരുടെ അനിയത്തിയാണ് മർഹൂം EK ഉസ്താദിൻ്റെ മകൻ വിവാഹം കഴിച്ചത്. ഞാനീ പറഞ്ഞ ആളുടെ അനിയത്തിയാണ്. ആ ഏട്ടത്തിയുണ്ടല്ലോ, ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന അന്നേ ഞങ്ങൾ ഒന്നിച്ച് കോളേജിക്കോ അല്ലെങ്കിൽ പരിപാടിക്കോ പോകുമ്പോൾ സഫീറിൻ്റെ ഉമ്മ, സഫീറിന് മൂത്ത മോനാണ്, അവന് 20ഉം 23ഉം വയസ്സാകുന്ന സമയത്ത് ഭക്ഷണം ഇങ്ങനെ, എടാ ഇതും കൂടി ഒന്ന് തിന്നിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വായി കൊടുത്തിട്ട് അവൻ പരീക്ഷയ്ക്ക് പോകൂ. എത്രാം വയസ്സിൽ? 22ാം വയസ്സിൽ. മക്കളെ സ്നേഹിക്കണമെന്നും മക്കളെ തലോടണമെന്നും അവർ എത്ര പ്രായം ചെന്നാലും ശരി. ഇത് നമ്മൾ കുട്ടികളെ കൊത്തിയാട്ടുന്നത് പോലെ 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വേണ്ട. ഉമ്മാരോട് ചോദിക്കുക, കോടൂരത്തെ കുട്ടികളെ പറ്റിയെല്ലാം പറഞ്ഞു കേട്ടോ. ഉമ്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളെ പെൺകുട്ടിയേക്ക് മുത്തം കൊടുത്തിട്ട് എത്ര കാലമായി എന്ന് വെച്ചാൽ മിക്ക ഉമ്മമാരും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കൊടുത്തിട്ടില്ല. പെൺകുട്ടിയേക്ക് ആൺകുട്ടിയേക്ക് എത്ര കാലമായി മുത്തം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ജെൻഡർ സൈക്കോളജി പ്രകാരം വാപ്പമാർക്ക് പെൺകുട്ടികളോടൊരു ഇഷ്ടം കൂടാനുണ്ട്, ഉമ്മമാർക്ക് അതേമാതിരി ആൺകുട്ടികളോട്. അതൊരു തെറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ജെൻഡർ സൈക്കോളജിയാണ്, അങ്ങനെയാണ് സാധാരണ അത് വരിക. അതുകൊണ്ട് മക്കൾക്കും അങ്ങനെ തന്നെയാണ്. വാപ്പയും ഉമ്മയും കൂടി ഒരു തല്ലുകൂടിയാൽ നമ്മൾ ആൺകുട്ടികൾ ആരെ കൂടെ നിൽക്കുക? നിങ്ങളൊന്ന് പറഞ്ഞട്ടെ, ആരെ കൂടെ നിൽക്കുക? ഒട്ടുമിക്ക ആൾക്കാർ നിൽക്കലും ഉമ്മാനും. ഉമ്മ എങ്ങനത്തെ ആളായാലും എൻ്റെ ഉമ്മാനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറയാ. എന്നാൽ വാപ്പാക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആദ്യം ഓടിയെത്തുന്ന ആൾക്കാർ ആരായിരിക്കുന്നവരോ? ഈ പെൺകുട്ടികളായിരിക്കും. അങ്ങനെ വാപ്പാരോട് അങ്ങനത്തെ ഒരു സ്നേഹമാണ്. എല്ലാവർക്കും ഉണ്ട് സ്നേഹം, പക്ഷെ കുറച്ച് കൂടുതലായിരിക്കും. നേരെ തിരിച്ച് ഈ മക്കൾക്ക് ഒരു മുത്തം കൊടുത്ത് വളർത്താൻ, ഒന്ന് തലോടി വളർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെ കയ്യിലുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്തായി,
സ്നേഹം കിട്ടുന്നിടത്ത്, സ്നേഹിക്കുന്നിടത്തേക്ക് ഇവരിങ്ങനെ പോവാണ്. ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിച്ച് കേൾക്ക്, സഹോദരന്മാരും സഹോദരിമാരും കേൾക്ക്. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചവരല്ലേ? ആദ്യത്തെ ബെഞ്ചിലെ കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടാവുമല്ലോ. ആദ്യത്തെ 2-3 കുട്ടികൾക്കാണ് പെരും മാർക്ക്, ബാക്കിയുള്ളവർക്കൊക്കെ മാർക്ക് കുറയും. പണ്ടത്തെ കാലത്തെ അങ്ങനെയാണ്. എന്താ കാര്യം? വരുന്ന ടീച്ചർമാരൊക്കെ ബലതിക്കാൻ നോക്കുക, എങ്ങനെയുണ്ട് ചെയ്തില്ലേ, ഓരോടൊരു സ്വകാര്യം പറച്ചില്ല, എന്നിട്ട് ഉഷാറായി എന്നൊരു തെമ്പ് പറയലാണ്. എന്നിട്ട് നമ്മളോടൊക്കെ ചോദിക്കും, എന്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ആർ യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലായി എന്നറിയാം. എന്ത് മനസ്സിലായി? മനസ്സിലാവൂല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ഫ്രണ്ട് ബെഞ്ചിലെ കുട്ടിയൊക്കെ ഇത്രമാത്രം തമ്പും ഇംപ്രഷനും കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ടാണ് ആ കുട്ടികൾ ഇത്ര പഠിപ്പിസ്റ്റുകളായത്. നമ്മുടെ കുട്ടികളെ ഒന്ന് തലോടിയിട്ട് ഒന്ന് ഇതാക്കിയിട്ട് അപ്രിസിയേഷൻ കൊടുക്കുക. സ്കൂളിലും മദ്രസയിലൊന്നും എല്ലാവർക്കും കപ്പ് കൊടുക്കാനൊന്നും സ്കൂളുകാർക്കും കഴിയില്ല, മദ്രസക്കാർക്കും കഴിയില്ല. പക്ഷെ നമുക്ക് കൊടുത്തൂടെ? ഞാൻ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ, എൻ്റെ കുട്ടികളെ പറ്റി പറയല്ല കേട്ടോ, A+നേക്കാളും ഞാൻ കൊടുക്കേണ്ടത് അങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. A+നേക്കാളും കൊടുക്കേണ്ടത് അതിനാണ്. A+ പലർക്കൊക്കെ കിട്ടും. ഞാൻ A+ ഇതിലൊന്നുമല്ല. ഹൗ ടു ഗെറ്റ് A+ എന്ന ക്ലാസ് ഞാൻ കൂടുതൽ എടുക്കുക. എങ്ങനെയാണ് A+ എടുക്കേണ്ടത്. ഒരു ദിവസം വയനാട്ടിലൂടെ ഇങ്ങനെ പോവാൻ. അപ്പം എൻ്റെ ഹാദി മർസൂഖ് മുജ്തബ, അബ്ദുൽ ഹാദി മർസൂഖ് മുജ്തബയുണ്ട്. അവൻ്റെ പേരത്ര നീണ്ട പേരാണ്. അവനിങ്ങനെ ആ പ്രളയത്തിൻ്റെ കാലമാണ്. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ ഒരു വീട് പൊളിഞ്ഞാടിയിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പം എന്നോട് ചോദിച്ചുപ്പ അതെന്താ പൊളിഞ്ഞാടിയിട്ടില്ല? ഞാൻ പറഞ്ഞു പ്രളയം വന്നിട്ടാ മോനെ. അപ്പോൾ പറഞ്ഞു അതിലുള്ള ആൾക്കാരൊക്കെ അപ്പോൾ ഇവിടെ എന്തായാലും നമുക്കറിയില്ല. അപ്പോൾ അവൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു, അറിയാണ്ട് കണ്ണൊലിക്കുന്നതും കണ്ടു. അതിനാണ് A+. മനുഷ്യർ ഒടുങ്ങിപ്പോകുന്നു എന്ന് കാണുമ്പോൾ അറിയാതെ കണ്ണ് നിറയുന്നൊരു മനസ്സുണ്ടല്ലോ, അതിനാണ് A+. അല്ലാതെ നല്ല രസമുണ്ടല്ലോ ഓലൊക്കെ എവിടേക്ക് പോയി അങ്ങനെ തുള്ളിച്ചാടി പോകുന്ന കുട്ടികളല്ല. അതിന് മനസ്സൊന്ന് നോവുന്ന, അതിലും എന്നെ പോലെ കുട്ടി ഉണ്ടാവുമല്ലോ, അതിലും എൻ്റെ ഉമ്മാനെ പോലുള്ള ഉമ്മ ഉണ്ടാവുമല്ലോ, അതിലും എൻ്റെ ഉപ്പാനെ പോലുള്ള ഉപ്പ ഉണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കുക. ഞാൻ എൻ്റെ കുട്ടിയെ വാഴ്ത്തി പറയല്ല. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും മക്കളാകട്ടെ. മനുഷ്യരുടെ ദുഃഖങ്ങളിൽ ദുഃഖം തോന്നി അറിയാതെ കരഞ്ഞു പോകുന്ന കുട്ടികൾ. അന്നവന് വയസ്സ് 10. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ പോസിറ്റീവാക്കിക്കൊണ്ടേയിരിക്കുക. അതിന് A+ കൊടുക്കണം. നമ്മളെ കുട്ടികൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു. നമ്മൾ ഇതുവരെ ഒരു കപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മാതാപിതാക്കളും വാങ്ങിക്കൊടുക്കേണ്ട ഒരു സാധനത്തിൻ്റെ പേരാണ് ട്രോഫി. മാതാപിതാക്കൾ അത് വാങ്ങിക്കൊടുക്കണ്ടേ? മാതാപിതാക്കൾക്ക് എന്തുകൊണ്ടത് വാങ്ങിക്കൊടുക്കാം? ആകെ അതിൻ്റെ വില എത്രയാണെന്നറിയോ? 100 രൂപ, 150 രൂപ. അതിങ്ങനെ ഷോക്കേസിൽ ഇങ്ങനെ വെറുതെ വാങ്ങിയേക്കണ്ട. അവനെന്തോ ഒരു നല്ല കാര്യം ചെയ്തതിന് അവൻ്റെ മനസ്സിൽ എപ്പോഴും അതുണ്ടാവും. ഒരു പുസ്തകം വാങ്ങിക്കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലോണം പുസ്തകം വാങ്ങിക്കൊടുക്കണം, സെലക്റ്റീവായിരിക്കണം. നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ടോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമനോഹരമായിട്ടുള്ള കൃതികളുണ്ട്. സ്വാസമിയുടെ ചരിത്രം, ഉദാഹരണത്തിന് കാരുണ്യത്തിൻ്റെ തിരുദൂതർ. ഞാൻ വായിച്ച ചെറിയ കൃതികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന് ഇങ്ങനെ വായിക്കുമ്പോൾ കരച്ചിൽ വരുന്നൊരു പുസ്തകത്തിൻ്റെ പേരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. മൗലാന അബുൽ ഹസൻ അലി അന്നദവി സാഹിബാണ് അത് എഴുതിയിട്ടുള്ളത്. മലയാളത്തിൽ അവൈലബിളാണ്. ആ സാധനം വാങ്ങിയിട്ട് ഒരു തല മുതൽ ഒരു തലം വരെ ഇങ്ങനെ വായിക്കുമ്പോഴേക്ക് നമ്മൾ എങ്ങോട്ടോ പോകും. ദ റോഡ് ടു മക്ക, മുഹമ്മദ് അസദിൻ്റെ മക്കയിലേക്കുള്ള യാത്ര എന്നാണ് അദ്ദേഹം ഇസ്ലാം കണ്ടെത്താനുള്ള കാരണമായി പറയുന്നത്. ദ റോഡ് ടു മക്ക നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വായിച്ചു കൊടുക്കേണ്ടുന്ന വാങ്ങിക്കൊടുക്കേണ്ട സാധനമാണ്. അങ്ങനെ എത്രയെത്ര പുസ്തകങ്ങൾ, ഒരുപാട് സഹാബാക്കളുടെ ചരിത്രങ്ങൾ, വലിയ വലിയ സംഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് അതിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർ വായനയുടെ ലോകത്തിലേക്ക് എത്തും. നിങ്ങൾ നോക്കിക്കോ, എത്തും. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങൾ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ഒരു വായന ലോകത്തേക്ക് പോകുമ്പോൾ ഇതിമ വല്ലാണ്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ പറയും ഈ ലൈബ്രറി ഉണ്ടല്ലോ, ഈ ലൈബ്രറിയിൽ തോണ്ടി വായനയാണ്. ഇൻഡെപ്തിലേക്ക് പോകുന്ന കുട്ടികൾ വളരെ കുറവാണ്. ഈ ലൈബ്രറി നല്ലതല്ല എന്നല്ല, അത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പുസ്തക റീഡിങ് നമ്മുടെ കുട്ടികൾ നടപ്പിലാക്കട്ടെ. അതിന് നമ്മുടെ വീട്ടിലെവിടെ പുസ്തകം? നമ്മുടെ വീടുകളിൽ ആകെയുള്ളത് എന്താണ്? ഒരു ടോയ്ലറ്റ്, ഒരു ഹാള്, ഒരു ബെഡ്റൂം, കുറച്ച് കിച്ചണ്. ഇതൊക്കെ കുട്ടിക്ക് കണ്ടാൽ മനസ്സിലാവും. കിച്ചണിൽ വെച്ച് ഉണ്ടാക്കുക, ഡൈനിങ് ഹാളിൽ വന്നിട്ട് തിന്നുക, ടോയ്ലറ്റിൽ പോയിട്ട് ഒഴിവാക്കുക, ബെഡ്റൂമിൽ കിടന്നുറങ്ങുക. പിന്നെ അതേ റുട്ടീൻ തന്നെയാണ്. അല്ലാതെ എവിടെ ഒരു ലൈബ്രറി കാണാൻ? നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് അവിടെ ഇന്നതിരിക്കുന്നു, ഇവിടെ ഇന്നതിരിക്കുന്നു, അതെടുത്ത് എപ്പോഴെങ്കിലും ഒരു നോക്കൽ വെറുതെ കൊണ്ടുവന്നേക്കാതെ. ഞാൻ പറയാം 50 ലക്ഷം രൂപയുടെ വീട് വെച്ചാൽ ചുരുങ്ങിയത് 5 ലക്ഷം രൂപയുടെ ലൈബ്രറി ഉണ്ടാക്കണം. കുട്ടികൾ ലൈബ്രറിയിൽ നിൽക്കട്ടെ, സെലക്റ്റീവായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കട്ടെ. കുട്ടികൾ അങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റും. ഇനി കുട്ടികൾ പറയാണ് അല്ല എനിക്കിതില്ലാതെ പറ്റൂല, എനിക്കെന്ന് പറഞ്ഞാൽ എന്ത് കാണണം? കാർട്ടൂണ് കാണണം അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിപ്പിച്ചോ. ഞാൻ ആധുനിക തലമുറയുടെ സംസാരിക്കണത്. നിങ്ങൾ കാണിപ്പിച്ചോ, പക്ഷേ ഭാഷ മാറ്റി കൊടുക്കണം. മലയാളത്തിൽ കേൾപ്പിക്കരുത്. ഒന്നുകിൽ അറബിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ, എന്നാ ഭാഷയെങ്കിലും പഠിയുന്നു. ആ നീയത്തിൽ നിങ്ങൾ കേൾപ്പിച്ചോ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാർട്ടൂൺ ഇംഗ്ലീഷ് കാണുമ്പോൾ, കാരണം കാർട്ടൂണിലെ കഥാപാത്രം എന്താ പറഞ്ഞതെന്ന് ഇവനക്ക് എന്തായാലും അറിയണം.
അപ്പോൾ ആ സാധനം ഇംഗ്ലീഷിൽ കേൾപ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് രക്ഷിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ നിങ്ങൾ പറഞ്ഞ സാധനം ചെയ്തിട്ട് എൻ്റെ കുട്ടികൾ ഫാന്റാസ്റ്റിക് ആയിട്ട് ലാംഗ്വേജ് പഠിച്ചു. ഞാനറിയുന്ന കോഴിക്കോട്ടുള്ള ഒരാളുണ്ട്, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നൊരു പ്രസംഗത്തിന് പോയ ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി. JDTയുടെ അപ്പുറത്തുള്ള വീട്. ഞാൻ അവിടെ അങ്ങനെ പോയി അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ 2 കുട്ടികൾ വരും, ഒരു 12 വയസ്സോ ഒരു 10 വയസ്സോ. അപാര ഇംഗ്ലീഷ്, അപാര അറബി, അപാര ഉറുദു, ഭയങ്കര രസകരമായിട്ട് 3ഉം പറയണം. ഞാൻ ചോദിച്ചു, ഈ കുട്ടികളെ എങ്ങനെ പഠിച്ചതെന്ന്. നിങ്ങൾ 2 കൊല്ലം മുമ്പേ നിങ്ങൾ പിന്നെ ഇവിടെ ടാഗോർ ഹാളിൽ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ ഈ സാധനം പറഞ്ഞിരുന്നു, കാർട്ടൂൺ ഇംഗ്ലീഷിലും അറബിയിലും കേൾപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളതാണ്ട് പഠിച്ചിട്ട് ഇപ്പോൾ നല്ല രസമായിട്ട് ഭാഷ പറയും. എന്തിനാ സ്കൂളിൽ കൊണ്ടുപോയിട്ട് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എഴുതണം ആസ് സൂൺ ആസ് സ്കൂൾ അധ്യാപകർ പഠിപ്പിക്കട്ടെ. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് ഭാഷ പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാർട്ടൂൺ അതേമാതിരി ചെയ്തു കൊടുത്താൽ മതിയെന്ന്. ഞാൻ ഒരുപാട് കുട്ടികൾ ഇത് കണ്ട് അവരത് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കാർട്ടൂൺ കാണണമെന്നുണ്ടോ? വേഗം എന്താക്കുക, അതിൽ എന്തും വേണം, സബ് ടൈറ്റിൽസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സാധനം എഴുതി കാണിക്കും വേണം. അങ്ങനത്തെ കാർട്ടൂണുകളുണ്ട്. ആ കാർട്ടൂൺ കണ്ടോട്ടെ. അപ്പോൾ നമുക്ക് ഒരു നിയ്യത്തെങ്കിലും വെക്കാമല്ലോ, ഈ കുട്ടികൾ ഭാഷയെങ്കിലും പഠിക്കുന്നുള്ളൂ. അല്ലേ ഉസ്താദെ? കിതാബിയായിട്ടുള്ള അറബിയും നമ്മുടെ പിന്നെ മോഡേൺ അറബിക്കും കുറച്ച് വ്യത്യാസമുണ്ട്. കിതാബി അറബിയാണ് ഏറ്റവും വലുത്, അതായത് ഖുർആനും ഹദീസൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ചിട്ട് മോഡേൺ അറബിക്ക് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വ്യത്യാസമാണ്. ഗൾഫ് പോയവർക്ക് അറിയാം. ആ സാധനത്തിലാണ് ഈ സാധനം ഉണ്ടാവുക. ഇനി കിതാബി അറബിയുടെ അതിൻ്റെയും എന്തുണ്ട്, ഈ പറയുന്ന കാർട്ടൂണുകൾ. കിതാബി അറബി പഠിക്കാനുള്ള കാർട്ടൂണുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. അത് കുട്ടികൾ പഠിക്കട്ടെ. ഇതേപോലെ തന്നെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുകയാണ്, ഗെയിം കൊടുക്കുകയാണ്. ഗെയിം കുട്ടികൾ കളിക്കുന്നൊരു സാധനമാണ്. ആ ഗെയിം കൊടുക്കുമ്പോൾ പോസിറ്റീവ് കൺസ്ട്രക്റ്റീവ് ഗെയിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കൺസ്ട്രക്റ്റീവ് ഗെയിം എന്താ? കൺസ്ട്രക്റ്റീവ് ഗെയിം എന്ന് പറഞ്ഞാൽ അഥവാ നിർമ്മാണാത്മകമായിട്ടുള്ള ഗെയിമുകളാണ്. ഫോർ എക്സാമ്പിൾ, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വെച്ചുകൊണ്ട് അതിമനോഹരമായി എങ്ങനെയാണ് ഒരു നഗരത്തെ വാർത്തെടുക്കുക. ഒരു നഗരത്തെ റീഡിസൈനിങ് ഓഫ് ദുബായിയെ റീഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടി ഓരോ റോഡ് അലൈൻമെൻറ്റ് കാര്യങ്ങൾ അവിടെ വരക്കേണ്ടത് ഇവിടെ വരക്കേണ്ടതൊക്കെ വരച്ച് കൺസ്ട്രക്റ്റീവ് ഗെയിമിലേക്ക് പോകും. ഞാൻ പറഞ്ഞത് ഗെയിം നിർത്തലാക്കണം എന്നല്ല, കുറഞ്ഞ സമയം കുട്ടികൾ ഉപയോഗിക്കട്ടെ. പക്ഷേ അഡ്വക്കേറ്റ് സാഹിബ് ഇവിടെ ഉണ്ടല്ലേ, കൺസ്ട്രക്റ്റീവ് ഗെയിമിലേക്ക് കടക്കണം. കൺസ്ട്രക്റ്റീവ് ഗെയിമിലേക്ക്. ഇനി ഒരു കുട്ടിക്ക് കാർ റേസിംഗ് വേണം, ഭാഷ പഠിക്കുന്ന കാർ റേസിംഗ് അവൈലബിൾ ആണ്, അതിലേക്ക് പോകണം. ഇങ്ങനെ കുട്ടികളെ നമ്മൾ ടെക്നോളജി ഉപയോഗിപ്പിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. പിന്നെ നേരത്തെ അഡ്വക്കേറ്റ് സാഹിബ് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മയക്കുമരുന്ന് അതിൻ്റെ നിയമവശങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. പക്ഷെ നമ്മൾ അറിയണം, ഈ കുട്ടികൾക്ക് ടോളറൻസ് എന്ന് പറയുന്ന ഒരു സാധ്യത, അത് കഴിഞ്ഞാൽ സാലിയൻസ് എന്ന് പറയുന്ന സാധ്യത, അത് കഴിഞ്ഞാൽ വിഡ്രോവൽ സിൻഡ്രം എന്ന് പറയുന്ന സാധ്യത, അതിൻ്റെ അപ്പുറത്തേക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ. ഇതൊക്കെ എന്താ? ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം, അധികം പേടിക്കൊന്നും വേണ്ട. ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് ഉപയോഗിച്ച് അതിനോട് ടോളറേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നതിൻ്റെ പേരാണ് ടോളറൻസ്. നിങ്ങളാരും മനസ്സിലാക്കണ്ട, പണ്ട് നമ്മളൊക്കെ പുകവലിച്ചിരുന്നത് പോലെ ആ പുകവലി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും നിങ്ങൾ വിചാരിക്കേണ്ട. പുകവലിച്ചിരുന്നവർ, പണ്ട് വലിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ ഇവിടെ വലിക്കുന്നുണ്ടാവും. അതെന്നെ ഇരുന്ന് തുടർന്നത് എങ്കിൽ അതിൽ നിന്ന് മാറി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉപയോഗിച്ചേ പോകും. അങ്ങനെ കുട്ടി അതിന് അഡിക്റ്റായി മാറും. രണ്ടാമത് സാലിയൻസ് എന്ന് പറയും. സാലിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് ഉപയോഗിക്കാതെ ഒരു നിവൃത്തിയുമില്ല എന്നൊരു സ്റ്റാൻഡേർഡിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തലാണ്. എനിക്കിത് ഉപയോഗിക്കാതെ പറ്റൂല, അതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ ക്രിമിനലായി മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥക്കാണ് സാലിയൻസ് എന്ന് പറയുക. വിഡ്രോവൽ സിൻഡ്രം അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അഥവാ അതിൽ നിന്നിങ്ങനെ പിന്മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ നിർത്താൻ വേണ്ടി ശ്രമിച്ചാൽ കഴിയില്ല, വിറയൽ വരും, തലയിട്ടടിക്കും, ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പലതും കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇതിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ തലച്ചോറിന് കിട്ടേണ്ടുന്നൊരു ഊർജ്ജമാണ്. അത് കൂടുതലായി അവസാനം ചെറിയതൊക്കെ അവൻ മറന്നുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഉമ്മയെ നോക്കുമ്പോൾ നമുക്ക് 1500 ആയിട്ടാണ് ഉമ്മാനെ നോക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുക. ഒരു ഉദാഹരണം പറയാം, 2000 ആയിരിക്കും എന്താകുക ആ ഉമ്മനെ വേർപിരിയുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഉമ്മനെ വിട്ടിട്ട് നമ്മൾ ഗൾഫിക്ക് പോകുമ്പോൾ 1500 എന്നുള്ളത് 2000 ആവും. തിരിച്ച് വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ മക്കൾ കാത്ത് കുൻ്റെ ഇപ്പം പോരും ഇപ്പം എൻ്റെ കാറും കണ്ട് കാണുമ്പോൾ മനുഷ്യൻ ചിലപ്പോൾ 2000-ലേക്കൊക്കെ കണ്ടു പോകും. ഒരു ഉദാഹരണം പറയാൻ. പക്ഷേ ഈ പറയുന്ന ഡോപ്പമിൻ ഇഞ്ചക്ഷൻ ചെയ്ത് അഥവാ സിന്തറ്റിക്കിലൂടെ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റുന്നത് 1,00,000 80,000. അതങ്ങനെ കയറിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാകെ താളം തെറ്റും. പാവം മക്കൾക്ക് ഇതറിയില്ല.
ആയിരക്കണക്കിന് മക്കളെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. ഓരോ ഡി അഡിക്ഷൻ സെൻ്ററിലും ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ഇക്ര ഹോസ്പിറ്റലിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ അവിടെ അത് കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുണ്ട്. അവൻ പറയുകയാണ്, നിങ്ങൾ വിടണ തന്നെ മതിയാവും ചിലപ്പോൾ ഇവിടുത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കെന്ന്. അത്രമാത്രം കുട്ടികൾ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. എന്താ കാരണം എന്നറിയോ? ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവർ കൊലപാതകത്തിലേക്കും ആക്രമണോത്സുകതയിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് വളരെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉമ്മനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയിരുന്ന 1500 ഡിഗ്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലുണ്ടായിരുന്ന ആ സാധനം പിന്നെ പോകും. പിന്നെ 1,00,000 കയറുമ്പോൾ ഇതിന് വലിയ വില ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യനെ വാർഡ് മെമ്പറാക്കിയാൽ എങ്ങനെ ഉണ്ടാവുക? അതേപോലെ ഉണ്ടാവും. മുഖ്യമന്ത്രിനെ പിടിച്ചിട്ട് നിങ്ങളെ പഞ്ചായത്തിലെ കോഡൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ മെമ്പറാക്കിയാൽ അതിലും വലിയ ശിക്ഷ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേറൊന്നും ഉണ്ടാവില്ല. ഡീഗ്രഡേഷൻ എന്നാണ് പറയുക. രാജാക്കന്മാർ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് ശിക്ഷയിൽ ഡീഗ്രഡേഷൻ. ഉദാഹരണത്തിന് ഷെയ്ഖ് മുഹമ്മദിൻ്റെ അവിടെ എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഉയർന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെന്തോ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിനെ നേരെ പിടിച്ചിട്ട് പിയൂണാക്കി. എന്താ കാര്യം എന്നറിയോ? പിയൂണാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഉദാഹരണം മാത്രമാണ്, വേറൊന്നും വിചാരിക്കരുത്. പാണക്കാട്ടെ കുടുംബത്തിലേക്ക് നേരിട്ട് ആക്സസ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്ക്. ചെല്ലുമ്പോഴേക്ക് തങ്ങന്മാർ കയറ്റിരുത്തലല്ലേ അകത്തേക്ക് അകത്തിൻ്റെ ഹാളിൻ്റെ ആളിലേക്ക് ഇരുത്തുന്ന ഒരാൾ പിന്നെ പറയാണ്, നിങ്ങൾ ഈ പടിക്കേ കയറണ്ടെന്ന് പറഞ്ഞാൽ ആ പടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ഇതേപോലെ പിന്നെ ഉമ്മയെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരാൻ തുടങ്ങും. കാരണം പിന്നെ 1500 ഡോപ്പമിനൊന്നും നമുക്ക് നടക്കൂല. പിന്നെ ആ ഉമ്മാനെ കൊല്ലാൻ നോക്കും, ബാപ്പനെ കൊല്ലാൻ നോക്കും. മക്കളെ കാണുമ്പോൾ ഇറിറ്റേഷൻ വരും. നമ്മളാകെ താളം തെറ്റുന്നൊരവസ്ഥ വരും. പിന്നെ ആകെ ഒരൊറ്റ നിവൃത്തിയേ ഉള്ളൂ, സൂയിസൈഡ് എന്ന് പറയുന്നതിലേക്ക്, അഥവാ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക്. അതുകൊണ്ടാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളായി ഇക്കൂട്ടർ മാറാനുള്ളൊരു കാരണവും അതാണ്. അപ്പം എന്താ ചെയ്യണ്ടേ? ഇതിന് നമ്മൾ മഹല്ല് ചെയ്യേണ്ട ചില പരിപാടികളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മഹല്ലിലെ മുഴുവൻ ഭാരവാഹികളോടും എനിക്ക് പറയാനുള്ളത്, നിയമങ്ങളോ കാര്യങ്ങളൊക്കെ മാഷാ അല്ലാഹ് അതിൻ്റെ ആളുകൾ നന്നായിട്ട് പറഞ്ഞു. ആ ഭാഗം അവരോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യണം. അതല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മുടെ മഹല്ലിൽ അങ്ങനെ ആരെങ്കിലും മയക്കുമരുന്ന് ചെറുതായെങ്കിലും ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയാൽ മാത്രം ആരെയും അറിയിക്കാതെ ആ കുട്ടിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ഒരിക്കലും ജനങ്ങളുടെ കൂട്ടത്തിൽ അത് അറിയിക്കരുത്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞു എന്നുള്ള സ്ഥിതിക്ക് പിന്നെ മനുഷ്യൻ്റെ സൈക്കോളജി ടോട്ടാലിറ്റിയിലേക്ക് മാറും, അഥവാ ബ്രോഡനിങ്ങിലേക്ക് മാറും. പിന്നെ അത് പരസ്യമായിട്ട് അവൻ ചെയ്യാൻ തുടങ്ങും. കാരണം എല്ലാവരും അറിഞ്ഞല്ലോ. ഇങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഭാര്യയ്ക്ക് ഒരു ചെറിയ അബദ്ധം വന്നു എന്ന് വിചാരിക്കുക. ആർക്കെങ്കിലും ഒരു മെസ്സേജ് വിട്ടുപോയി. ആ വിട്ട് കഴിഞ്ഞാൽ അത് ഭർത്താവ് എല്ലാവരോടും പറഞ്ഞു നടന്നാൽ പിന്നെ അവൾക്ക് യാതൊരു അരിശുണ്ടാവില്ല. പിന്നെ മെസ്സേജ് മാത്രം വിടലാകൂല, അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ പോയി പോകും. അതുകൊണ്ട് അതിനെ രഹസ്യമായി കൈകാര്യം ചെയ്യുക എന്നതാണ്. അത് മാത്രമാണ് നമ്മൾ ചെയ്യണ്ടേ. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്നും കൂടി പറഞ്ഞോട്ടെ മഹല്ലിലെ ആളുകളോട്. എന്ന് വെച്ചാൽ ഒരാൾ മദ്യപിക്കുന്നത് കണ്ടു. സഹാബാക്കൾപ്പെട്ടവരൊന്നുമല്ല, നഊദുബില്ല, അങ്ങനൊന്നും നമ്മൾ പറഞ്ഞേക്കരുത്. അന്ന് 20 രാജ്യങ്ങളിലേക്ക് ദീന് വ്യാപിച്ച സമയം, എ സിംഗിൾ സ്പിരിച്വൽ ഡൊമാനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ് എന്ന് പറഞ്ഞിരുന്ന കാലം. ആ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ദീന് പഠിക്കാൻ വേണ്ടി മദീനയിലേക്ക് വരികയാണ്. അതിലൊരു ചെറുപ്പക്കാരൻ അറിയാതെ മദ്യപിച്ച് പോയി. ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര സങ്കടമായി. ഉമർ റളിയല്ലാഹു അൻഹു അത് ജസ്റ്റ് ഇങ്ങനെ കണ്ട് നേരെ മസ്ജിദ് നബവിയിലേക്ക് പോയി. കുറേ കരഞ്ഞു, കുറേ അള്ളാഹുവോട് ദുആ ചെയ്തു. മാസങ്ങൾ, അല്ലെങ്കിൽ 1 മാസോ 1.5 മാസോ ആ ചെറുപ്പക്കാരൻ പിന്നെ പള്ളിയിലേക്ക് വന്നില്ല, നിസ്കരിക്കാൻ വന്നില്ല. വീട്ടിൽ വെച്ച് നിസ്കാരം തുടങ്ങി. ദീന് പഠിക്കാൻ വേണ്ടി വന്ന ആളാണ്, ജസ്റ്റ് മുസ്ലിം ആയിട്ടേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു തആല അൻഹു കാത്തിരുന്നു. 1.5 മാസം കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാർ ഒരു ദിവസം പള്ളിക്ക് വരികയാണ്. ബാക്കിൽ സഫിൽ നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു തആലയുടെ ഒരു രീതിയുണ്ട്, അഥവാ ഇത്രയും രാജ്യത്തിൻ്റെ ഖലീഫയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ബാക്കിലേക്ക് നോക്കും, എല്ലാ സഹോദരന്മാരെയും നോക്കി ഒന്ന് പുഞ്ചിരിക്കും. ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി. അതേപോലെ തന്നെ അനുധാവനം ചെയ്തതാണ് ഉമർ റളിയല്ലാഹു തആല. അങ്ങനെ നോക്കുമ്പോൾ ബാക്കിൽ ചെറുപ്പക്കാരനെ കാണുന്നു. അദ്ദേഹത്തെ അരികിലേക്ക് വിളിച്ചു. ബാക്കി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഉമർ റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് നടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. ഇപ്പം ഞാൻ വഷളാകും. ആകെ എനിക്ക് വല്ലാത്ത പേടിയും തോന്നി. എന്നെ ചാട്ട കൊണ്ടടിക്കും. അന്ന് ഉസ്തുവാനയിൽ കെട്ടിയിട്ട് ചാട്ട കൊണ്ടടിക്കലാണ്, തൂണിൽ കെട്ടിയിട്ട്. അതുപ്പുണ്ടാകും. ഞാൻ വഷളാകുമല്ലോ എന്ന് വിചാരിച്ച് അരികിലേക്കെത്തി. മിമ്പറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിസ്കരിച്ച മിമ്പറിൽ വെച്ച് എന്നെ മിഹ്റാബിൽ വെച്ച്, മിമ്പറിൽ വെച്ചിട്ടില്ല മിഹ്റാബിൽ വെച്ചിട്ട് നേരെ എന്നെ ആലിംഗനം ചെയ്തു ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല. എന്നിട്ട് ചെവിയിൽ മെല്ലെ പറഞ്ഞു, മോനെ, നീ മദ്യപിക്കുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഞാനത് പറയുകയുമില്ല. ആ മനുഷ്യൻ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പിന്നെ മദ്യപിച്ചിട്ടില്ല
എന്നിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിൽ വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുകയുമില്ല. നമ്മൾ നമ്മുടെ മഹല്ലിലെ ഓരോരുത്തരെയും കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അഥവാ ലിസ്റ്റിൽ അവൻ ഉണ്ട് എങ്കിൽ അവനെ പേഴ്സണൽ കൗൺസിലിങ്ങിന് വിധേയമാക്കുക. നല്ല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. കൗൺസിലേഴ്സിൽ തന്നെ കുറച്ച് തെറാപ്പി അറിയുന്നവരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം തെറാപ്പിയിലൂടെ കുറേയൊക്കെ മാറുന്നുണ്ട്. ഇനി അതിന് നിൽക്കുന്നില്ല എങ്കിൽ മെല്ലെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സൈക്കാട്രി ലെവലിലുള്ള ഡോക്ടേഴ്സിനെ കൊണ്ടുപോവുക. സൈക്കാട്രി ഇഷ്യൂ അല്ല അവനുള്ളത്, ഡി അഡിക്ഷൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മെഡിസിൻ നൽകുന്ന ഡോക്ടേഴ്സിലേക്ക് കൊണ്ടുപോവുക. അതിനും പറ്റുന്നില്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്യുക. പിന്നീട് അവന് അന്തരീക്ഷം മാറ്റുക. അവൻ തിരിച്ച് ആ ഗ്യാങ്ങിലേക്ക് വരാതിരിക്കുക. അവനെ വീണ്ടും റീപ്ലേസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സത്യത്തിൽ ആ കാര്യത്തിൽ നമുക്ക് ചെറുതായിട്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ നിയമവശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം അറിയിച്ചു. ധൈര്യസമേതം നിങ്ങൾ ഇവരെ പോലെയുള്ളവരെ അറിയിച്ചേക്ക്. ചെറിയ കുട്ടികൾക്ക് എങ്ങാനും ഇത് കൊടുത്താൽ, സാധാരണ ചെറിയ കുട്ടിയൊക്കെ അത് കൊടുത്തു തുടങ്ങുന്നത്. നാളെ ഒരു കൗൺസിലിങ്ങിൽ ഒരു മദ്രസയിൽ പോണ കുട്ടി, മദ്രസ രാവിലെ 6:15 തുടങ്ങുക. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ബൈക്കാരൻ വന്ന് നിർത്തുന്നു. ആ കുട്ടിനോട് ചോദിക്കുന്നു, മോനെ എങ്ങോട്ടുള്ള വഴി ഏതാ? ഒരു സ്ഥലം ചോദിക്കുക. കുട്ടികളോട് ചോദിച്ചാൽ പിന്നെ കുട്ടിയൊക്കെ ആവേശമായില്ലേ, ഇങ്ങനെ പോയാൽ മതി കാക്ക എന്നൊക്കെ പറഞ്ഞ് അയാൾ ബൈക്ക് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. മോനെ നല്ല മോനാട്ടോ, നല്ല സ്മാർട്ട് മോന്, എനിക്ക് എൻ്റെ മറുപടിയൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞൊരു മിഠായി കണ്ട് കൊടുക്കാൻ. ഒരു മഞ്ഞ കളറുള്ള കുട്ടി പറയുന്ന ഒരു മഞ്ഞ കളറുള്ള മിഠായി എനിക്ക് തന്നു. ഞാനത് കഴിച്ചു. പിന്നെ ഞാനതിന് കാത്തിരിപ്പായി. കാരണം ഇത് സാധാരണ മിഠായി അല്ല, മയക്കുമരുന്നുള്ള മിഠായിയാണ്. ഇന്ന് കുട്ടികൾക്ക് അതാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ മദ്രസകളിലൊക്കെ പോകുന്ന കുട്ടികളോട്, ഇവിടെ ചെറിയ മക്കളുണ്ടെങ്കിൽ പറയല്ലേ, രക്ഷിതാക്കളോട് പറയാണ്, അറിയാത്ത ഒരാൾ എന്ത് തന്നെ തന്നാലും നമ്മുടെ കുട്ടികളോട് വാങ്ങരുത് എന്ന് പറയണം. അത് ഏത് ചോക്ലേറ്റ് ആയാലും ശരി, എന്തായാലും ശരി. അപ്പോൾ തരുന്നതൊക്കെ മോശമെന്നല്ല. ഒന്നാമത് അറിയാത്ത കുട്ടികൾക്ക് നമ്മളത് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് നമ്മൾ ആ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കൊണ്ടേ കൊടുക്കുക എന്നല്ലാതെ വഴിയോരത്ത് വെച്ചിട്ട് കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മുടെ മക്കളും അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ വഴിപോക്കനായി നിൽക്കുന്ന ആളുകൾ വരെ കേമന്മാരായി വന്നുകൊണ്ട് നമുക്കിത് തരുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുട്ടികളോട് അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയണം. മഹല്ലിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ 5 മിനിറ്റ് കൊണ്ട്. എൻ്റെ ഈ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഇവിടുത്തെ എല്ലാ സാരഥികളോടും അല്ലാത്തവരോടും ഇതൊരു ഉപദേശമല്ല. നമ്മുടെ മക്കളെ, നമ്മുടെ മഹല്ലിനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായിരിക്കണം. എന്താ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികളുടെ പ്രകൃതങ്ങൾ ഇതൊക്കെയാണ് എന്ന് വിചാരിച്ചവരെ തള്ളരുത്. ഒന്ന്, അവർക്ക് നിങ്ങൾ പറ്റുമെങ്കിൽ, ഞാനൊരു ഇത് പറഞ്ഞിട്ട് പോവാണ്, എന്നോടൊന്നും തോന്നരുത്, പറ്റുമെങ്കിൽ ആത്മീയതയെ വളർത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തേ പറ്റൂ. അതിൻ്റെ ഒരു ക്യുമുലേഷൻ നടക്കണം. ഇവിടെ ഞാൻ വേറെ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചില പ്രസ്ഥാനങ്ങളുണ്ട്, അവർക്ക് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, അവർക്ക് പെൺകുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്, പ്രൊഫഷണൽസിന് ക്ലാസ് ഉണ്ട്. ഞാൻ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. കാരണം അവരൊക്കെ അതിൽ തന്നെ ഊട്ടപ്പെട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് ആ കുട്ടികളൊന്നും വല്ലാണ്ട് അങ്ങോട്ട് പോകുന്നില്ല. കാരണം അതിൽ നേതൃത്വം കൊടുക്കുന്നത് IIT-യിൽ നിന്ന് M.Tech കഴിഞ്ഞിട്ടുള്ളൊരു പയ്യനാണ് വിദ്യാർത്ഥികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, വിദ്യാർത്ഥിയുടെ ക്ലാസ്സിന് വേണ്ടി. പറഞ്ഞു മനസ്സിലായോ? ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നല്ല മനോഹരമായി നമ്മുടെ മഹല്ലിലെ കുട്ടികളെ കോർത്തിണക്കി അവരെ രസകരമായിട്ട് എല്ലാ വർഷത്തിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് എഴുതിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഓറിയൻറ്റേഷനായി അലിഗഡിൽ പോയി പഠിക്കുക, JNUയിൽ പോയി പഠിക്കുക. യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടത് വേറെ കാര്യം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പോവുക. എല്ലാ വർഷത്തിലും വിദേശത്ത് ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതുണ്ട്. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അവിടെ പോയാൽ വഷളാവോ ഇവിടെ പോയാൽ വഷളാവോ എന്നൊക്കെ. ടോപ്പ് റേഞ്ച് യൂണിവേഴ്സിറ്റിക്ക് പോയ കുട്ടികൾ വഷളവൊന്നുമില്ല. അങ്ങനെ മുമ്പ് പോയ ആളാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറും, അങ്ങനെ മുമ്പ് പോയ ആളാണ് അല്ലാമ ഇക്ബാലും, അങ്ങനെ മുമ്പ് പോയവരൊക്കെ കണ്ട നേതാക്കന്മാരൊക്കെ. അതുകൊണ്ട് അതൊന്നും വഷളവൊന്നുമില്ല. കുട്ടികൾ സീരിയസ് സ്റ്റഡീസിലേക്ക് പോകും. തന്നെ അവർ സ്റ്റൈപ്പൻഡ് കൊടുക്കും കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള എൻട്രൻസുകൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇതേമാതിരി ക്ലാറ്റ്, ഇപ്പോൾ ഇവിടെ ലോയിലേക്കൊക്കെ പോകാനുള്ള എൻട്രൻസ് എക്സാം ഉണ്ട്. അത് എഴുതാൻ താല്പര്യമുള്ളവർ അങ്ങനെ ഈ SI ടെസ്റ്റ് പോലുള്ളത് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു കരിയർ വിങ്, ഒരു അടിപൊളി ഒരു കരിയർ വിങ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഉണ്ടാകുകയിരിക്കാം. അതിന് എഡ്യൂക്കേറ്റഡായ ആളുകൾ, അധ്യാപകരും അല്ലാത്തവരുമായ ആളുകൾ അതിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുക. പിന്നെ പറ്റുമെങ്കിൽ നല്ല കൗൺസിലിംഗ് ഡെസ്ക് ഇവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ നിയമപരമായ ആളുകളും അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളും ഒക്കെ ആയിട്ട് നല്ലൊരു കൗൺസിലിംഗ് ഡെസ്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇതേമാതിരി യുവാക്കൾ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് പോകാൻ, ഇപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ കൂടുതലും ഗൾഫിലേക്ക് മറ്റൊക്കെ പോകുന്നതായിരിക്കും. ഒരു മഹല്ലിൽ ഞാൻ കണ്ടു മനോഹരമായിട്ട്, കണ്ണൂരിലൊരു മഹല്ലിൽ ഇതേപോലെ തന്നെ പോകാൻ പോകുന്ന കുട്ടികൾ. അപ്പോൾ കാരണം കണ്ണൂർക്കാരെന്നൊക്കെ പറഞ്ഞാൽ 10ാം ക്ലാസ്സും +2 കഴിഞ്ഞിട്ട് നേരെ ഗൾഫിൽ പോകില്ല. ആ പോകുന്നവർക്ക് 1 മാസത്തെ ഇംഗ്ലീഷ് ട്രെയിനിങ് കോഴ്സ്, അതേമാതിരി തന്നെ അറബിക് ട്രെയിനിങ് കോഴ്സ്, ഇതൊക്കെ വിചാരിക്കും നിങ്ങൾ ഇതൊന്നും നടക്കൂലെന്ന്.
പക്ഷെ 100 ആളിൽ നടപ്പിലാക്കാൻ നോക്കിയാൽ ഒരു 10-40 ആൾക്കാരെങ്കിലും എന്താവും രക്ഷപ്പെടും. നമുക്ക് ആകെ ചിലവ് എത്ര ആയിരിക്കും? ഒരു 30,000 റുപ്യ ആയിരിക്കും ഒരു മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ നല്ല ഭാഷയൊക്കെ പഠിച്ച് നല്ല ജോലിയിലേക്ക് കയറുന്ന അവസ്ഥ. പെൺകുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് അവരുടേതായ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ഗൈനക്കോളജിസ്റ്റ്, ഇതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളെ, അതേപോലെ തന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളുടെ ക്ലാസ്സുകൾ ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സയൻസിനെ കുറിച്ച് തർക്കമാണെങ്കിൽ സയൻസിൽ IIT-യിൽ നിന്ന് PhD കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ടെക്നോളജിയിൽ അവരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കാകുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ IM-ൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൽമാനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അവൻ BTech-ൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് IM അഹമ്മദാബാദ് അവിടുന്ന് PhD, ഡോക്ടർ സൽമാൻ IM എന്ന PhD എടുത്തത്. ഇപ്പോൾ നമ്മുടെ IM-ലെ, നമ്മുടെ കാലിക്കറ്റ് IM-ലെ ചീഫ് ലെക്ചറായിട്ട് അവൻ വർക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ള ക്ലാസ്സുകൾ, കുട്ടികൾക്ക് കോൺഫിഡൻസ് കിട്ടുന്ന പ്രൊഫഷണൽ ആളുകൾക്ക് പോലുമുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ മാസാന്തം നടത്താൻ പറ്റും. അതിനായിട്ട് ആകെ ഒരുങ്ങിയാകെ ഇടങ്ങറായൊന്നും വേണ്ട. അതിനെ ഷെഡ്യൂൾ ചെയ്ത് ടോട്ടൽ ഒരു തരംഗമുണ്ടാക്കി ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ്. ഓരോ മഹല്ലിനും ഒരു ലക്ഷ്യമുണ്ടാകണം. ഈ കുട്ടികൾക്ക് ഇപ്പോൾ 15 വയസ്സായെങ്കിൽ 25 വയസ്സ് വരെ ആ കുട്ടിയെ ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യണമെന്ന കൃത്യമായൊരു ഓറിയൻറ്റേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ മഹല്ലിനെ ഒന്നും കൂടി നന്നാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് നോക്കണം. ഇപ്പോൾ നല്ല ഉഷാറിലാണ് പോണത്. ഇതേപോലത്തെ എല്ലാം നിങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ധരിക്കുന്നു. ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പ്രായം ചെന്നവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന കാര്യം. അതും നിങ്ങൾ നോക്കേണ്ടതാണ്. ഉദാഹരണത്തിന് 60+, 65+ ഒക്കെ ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അവരൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. അവരെയും കൊണ്ടൊരു യാത്ര സംഘടിപ്പിക്കുക. മഹല്ലിൻ്റെ നേതൃത്വത്തിൽ മഹല്ലിലുള്ള പ്രായം ചെന്ന ആൾക്കാരൊക്കെ പാടെ കൂടിയിട്ടൊരു യാത്ര നല്ല രസമായിരിക്കും. ഒരു ബസ് യാത്ര സംഘടിപ്പിക്കുക. വയനാട്ടിലേക്ക് അവിടേക്കൊക്കെ ഒന്ന് കൊണ്ടുപോവുക. ഞാൻ ഈ അടുത്തിടെ നമ്മുടെ ബ്രൂണൈ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് പോയി. ഒരു ഹോട്ടലിൽ എല്ലാ ഞായറാഴ്ച അവിടെ ആഘോഷമാണ്. അപ്പോൾ എന്താ, ഞായറാഴ്ച ഹോട്ടലിലേക്ക് കൊണ്ടുവരിക. ബ്രൂണൈ പോയവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. അഥവാ വീട്ടിൽ ബെഡ് റെസ്റ്റിൽ കിടക്കുന്ന പാവപ്പെട്ട ഉപ്പമാരുണ്ടാവുമല്ലോ, തീരെ തളർന്ന് കിടക്കുന്ന ആൾക്കാരെ, അവരെ വീൽ ചെയറിലൊക്കെ ആക്കി മടക്കി ഒതുക്കി കൊണ്ടുവന്നിട്ട് ഹോട്ടലിൽ കൊണ്ടുവരിക. എന്നിട്ട് പേരക്കുട്ടികളെയും കുട്ടികളെയൊക്കെ കൂട്ടത്തിൽ ഇരുന്നിട്ട് കഴിപ്പിക്കുക. പ്രായം ചെന്നവരെ മാനിക്കുക. അവർ എത്ര തളർന്ന് കിടക്കുകയാണെങ്കിൽ ഇവരെങ്ങനെയെങ്കിലും കൊണ്ടുവരും. നല്ല രസം. എന്നിട്ട് പോലെ ഒരു ചിരിയെങ്കിലും ചിരിക്കും ഇരുന്നിട്ട്. കാരണം ഈ പേരക്കുട്ടികളെയും കുട്ടികളപ്പോൾ വീണ്ടും ഹോട്ടലിൽ പോവുക, വീണ്ടും സജീവമാക്കുക. നമ്മൾ പരപ്പനങ്ങാടിക്കാരോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ വികലാംഗരായ ആളുകളെ മുഴുവൻ ഒരു വെള്ളിയാഴ്ച പള്ളി കൂട്ടി. ഈ വീൽ ചെയറിലിരിക്കുന്ന ആൾക്കാർ പൊതുവേ പള്ളിക്ക് ജുമായ്ക്ക് വരാറില്ല. കാരണം പോലെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ കഴിഞ്ഞാൽ മതി എന്നാണ്. അങ്ങനത്തെ 100-150 ആൾക്കാരെ ജുമാ മസ്ജിദ് കൂട്ടി ജുമായിൽ പങ്കെടുക്കും. അന്ന് പൊട്ടിക്കരയാത്ത വികലാംഗരില്ല. അഥവാ ട്രൂമാ കെയർ കിടക്കണ ആക്സിഡന്റ് പറ്റിയിട്ടൊക്കെ മൊത്തം മലപ്പുറം ജില്ലയിൽ നിന്ന് കൂട്ടിയ ആൾക്കാരാണ്. ഇങ്ങനത്തെ പരിപാടികൾ നടത്തി. നമ്മളൊരു ഹജ്ജ് ഗ്രൂപ്പിനോട് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും അവർ പറഞ്ഞത്. കാരണം ഒരു ഫ്ലൈറ്റിൽ വികലാംഗർ അങ്ങനെ പോവല്ലല്ലോ, 2-3 വികലാംഗരല്ലേ. ഒറ്റ ഫ്ലൈറ്റിൽ വികലാംഗര സാധാ വികലാംഗരല്ല, ട്രൂമാക്കാൽക്കാണ് വീൽ ചെയറിൽ, അങ്ങനെ പറയാം, വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്കാർ ഫുൾ ഫ്ലൈറ്റ് കയറി. അതോടുകൂടി ഫ്ലൈറ്റുകാർ പറയുകയും ചെയ്ത് ഇനി ഇങ്ങനൊരു ഫ്ലൈറ്റ് എന്താക്കൂല, ഞങ്ങൾ കൊണ്ടുപോകില്ല. അതിൻ്റെ പ്രയാസം മനസ്സിലാക്കിയിട്ട് ഞാൻ ആ ട്രാവൽസിനോട് പറയുന്നില്ല, ട്രാവൽസിൻ്റെ പ്രൊമോഷൻ ആകണ്ട. അങ്ങനെ ഷബീർ എന്ന് പറയുന്നതിൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഇതേപോലെ ഒരു ഫ്ലൈറ്റിൽ മുഴുവനും വീൽ ചെയറിലുള്ള ആൾക്കാരെ കൊണ്ടുപോയി. ഇതെല്ലാം ഒരു കരുതലാണ് നമ്മുടെ മഹല്ലിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി. കൊല്ലത്തൊരു മഹല്ല് നിങ്ങൾ പോയാൽ കാണാൻ പറ്റും. 1500ഓളം ആളുകളുള്ളൊരു മഹല്ലാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് തഹ സാഹിബിൻ്റെ ഒക്കെ ഒരു മഹല്ലാണ്. അവിടെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് മഹല്ലാണ്. ഒരു കൊല്ലത്തിൽ 2 വീടുണ്ടാക്കി കൊടുക്കും, പിറ്റത്തെ കൊല്ലത്തിൽ 2 വീടുണ്ടാക്കി കൊടുക്കും. ആ മഹല്ലേരെല്ലാവരും കൂടി അതിലേക്ക് 500 റുപ്യ 1000 റുപ്യൊക്കെ കൊടുക്കും. അല്ലാതെ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും പിരിക്കാനൊന്നും പോവില്ല. മഹല്ലിൻ്റെ വകയായിട്ട് ആ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കും. അത് സക്കാത്ത് പിരിച്ചിട്ടോ അല്ലാതെയോ ആയിട്ട് മഹല്ലാണ് അത് ഏറ്റെടുക്കുന്നത്. അവർക്ക് പിരിവ് എന്നുള്ളത്, ഇത് വീട് എന്നുള്ളത്. അതേമാതിരി അവിടെ ടാലൻറ്റ് ടെക്സ്റ്റ് നടത്തിയിട്ട് എന്ത് ചെയ്യും, ആ കുട്ടികളെ പുറത്തൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കണമെങ്കിൽ, അഥവാ പിന്നെ IAS അക്കാഡമിയിലൊക്കെ സിവിൽ സർവീസിനെ പറ്റിയ കുട്ടികളാണെങ്കിൽ അവരെ അഡോപ്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ആകെപ്പാടെ നിങ്ങൾക്ക് പൈസ ചിലവുള്ളൂ എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ആകെ കൊല്ലത്തിൽ ചിലപ്പോൾ 1000 റുപ്യ 2000 റുപ്യ മഹല്ലിന് വേണ്ടി മാറ്റി വെക്കേണ്ടത് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോൾ നമുക്ക് തോന്നുന്നത് അതൊക്കെ ഉണ്ടോ നമ്മളെ കയ്യിൽ നിന്ന്. ഞങ്ങളോട് പറയാൻ, ഈ കോഡൂരിലെ മഹല്ല്, ഞങ്ങളുടെ കോന്നല്ലൂരിലെ മഹല്ല് ഒരു കാലം കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളിലേക്ക് നോക്ക്. അന്ന് ഇവിടെയൊക്കെ പട്ടിണിയായിരുന്നു, വെറുതെയായിരുന്നു. കുറച്ച് ഭൂമിയുള്ളവർക്ക് മാത്രം ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മുടെയൊക്കെ ഉമ്മാമ്മമാർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉമ്മമാർ ഒരു പിടി അരി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരു നാഴി അരി കൊണ്ട് അവിടുത്തെ 12 ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കണം. ആ ഒരു നാഴി അരി ഇങ്ങനെ കഴുകാൻ വേണ്ടി ഇടുമ്പോൾ കണ്ണൊന്നുമല്ലേ
പോകുന്നത് ഒരു പിടി അരിയിലേക്കാണ്. അങ്ങനെ ഇടുമ്പോൾ കഴുകാനിടുമ്പോൾ ഒരു പിടി അരി കണ്ട് വാങ്ങും, എന്നിട്ടൊരു കുടുക്കയിലേക്ക് ഇടും. ഈ കുടുക്ക ഏതിൻ്റെ കുടുക്കയെന്നറിയോ? ഇത് പള്ളിയിലേക്കുള്ളതാണ്, ഇത് മദ്രസയിലേക്കുള്ളതാണ്. പാവം നമ്മുടെ ഉമ്മാമ്മമാർ ഇങ്ങനെയുണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ പേരാണ് മദ്രസ പ്രസ്ഥാനമെന്നും ഈ പള്ളികളെന്നും. ഇന്ന് നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ പൈസയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചിലർക്ക് അറിയാത്ത അവസ്ഥയിലാണ്. ഇനി എന്നും ഷെഡ്യൂൾ ചെയ്താൽ അത്യാവശ്യമൊക്കെ ഉണ്ടാകും. ഇതുകൊണ്ട് നമ്മളെ മഹലിലേക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എൻ്റെ രാഷ്ട്രീയക്കാരായ ആളുകളോട് ദയവ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറഞ്ഞ ഞാൻ പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ വക്താവോ ഏതെങ്കിലും അടക്കുന്ന ചാരി നിൽക്കുന്നുണ്ടാവും, എന്നാലും ഞാൻ അതിൻ്റെ മെമ്പർഷിപ്പ് പോലും ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം, രാഷ്ട്രീയത്തിൻ്റെ പേക്കൂത്തുകളെ നമ്മുടെ മഹലിലേക്ക് കൊണ്ടുവരരുത്. സംഘടനാപരമായ ഓരോരോ പ്രശ്നങ്ങളെ നമ്മുടെ മഹലിലേക്ക് കൊണ്ടുവരരുത്. ദയവ് ചെയ്തത് പറയാനുള്ള കാരണം നമ്മുടെ പിൻതലമുറയുടെ, നമുക്ക് വരാനിരിക്കുന്ന തലമുറയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതിൽ ഞങ്ങളെപ്പോലെയുള്ളവരുടെ എളിയവരുടെ പഠനം, അഥവാ ഇത് പഠിപ്പിക്കേണ്ടവർ തന്നെ തർക്കത്തിലാകുന്നു എന്നതാണ്, ഇത് പഠിപ്പിക്കേണ്ടവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിലാണ് എന്നതാണ്, നമുക്ക് കരുത്തേകേണ്ടവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തിലാണ് എന്നത് പുതിയ തലമുറയിൽ നിന്ന് ദീന് പോകാൻ കാരണമാകുന്നു എന്ന് എത്രയോ വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫറൂഖ് കോളേജിലും PSM കോളേജിലും ഇതുപോലത്തെ പ്രശസ്തമായ ക്യാമ്പസിൽ പോകുമ്പോൾ കുട്ടികൾ സ്വകാര്യതയോടുകൂടി നമ്മളോട് പറയുന്ന കാര്യമാണ്, സാർ ഞങ്ങളുടെ കോൺഫിഡൻസ് പോയി പോകുന്നു, ഞങ്ങൾക്ക് ഇന്ന പ്രസ്ഥാനത്തിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു, പക്ഷെ അവർ തന്നെ തർക്കിക്കുന്നത് കാണുമ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യുക? അതുകൊണ്ടൊരു വക്കാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ ഇന്ന പാർട്ടിക്കാരനല്ല, ഒരു മുസ്ലിമായി കൊണ്ട് പറഞ്ഞോട്ടെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അവർ പറയും ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളിൽ പെട്ടവരാണെന്ന് അവർ പറയുകയും ചെയ്യുമെന്ന് തഖ്വയുള്ളവരെ കുറിച്ച് പറയുന്നു. ഇന്ന പാർട്ടി എന്നല്ല പറയാ, ഞങ്ങൾ മുസ്ലിമീങ്ങളിൽ പെട്ടവരാണ്. അതുകൊണ്ട് ഒരു മുസൽമാനായിക്കൊണ്ട് മാത്രം പറഞ്ഞോട്ടെ. ദയവ് ചെയ്തിട്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളെ നിങ്ങളൊരു മേശയിലേക്ക് കൊണ്ടുവരിക, ഉലമാക്കളിൽ നിന്ന് ചർച്ച ചെയ്യട്ടെ. ദയവ് ചെയ്തത് മീഡിയയിലേക്ക് വിടാതിരിക്കുക, തർക്കവിതർക്കങ്ങളിലേക്ക്. ഞാൻ പറഞ്ഞു എന്നതുകൊണ്ടൊന്നും ഒരു പക്ഷേ നിങ്ങളാരും അത് നിർത്തണമെന്നില്ല. ഞാനൊരു എളിയവനാണ്. ഞാൻ ഈ പാവം വിദ്യാർത്ഥി കൂട്ടങ്ങളുടെ യുവാക്കളുടെ മനസ്സ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മോട് പറയുന്നതിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ദയവ് ചെയ്ത് എന്തെങ്കിലും സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒറ്റ മേശയിൽ ഇരുന്നു കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഒരു മീഡിയക്കും അത് പുറത്തേക്ക് കൊടുക്കരുത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാവൂ, അങ്ങനെ നമ്മൾ ചെയ്യാവൂ. ദയവ് ചെയ്തൊരു മഹല്ലാകുമ്പോൾ അവിടെ വ്യത്യസ്ത അവാന്തര വിഭാഗങ്ങൾ ഉണ്ടാകും. ആരെയും ഒറ്റപ്പെടുത്തല്ലേ, ആരെയും ഒന്നും ചെയ്യല്ലേ. പകരം ആരാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉയർന്നു പോവുക എന്ന് അവൻ മാത്രം തീരുമാനിക്കുന്നതാണ്. അവന് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. ഒരു പാവം പെണ്ണിന്, അവളാകട്ടെ വലിയൊരു സാലിഹത്തായ പെണ്ണായിരുന്നു, മർഅത്തുൻ സാലിഹ, ഉഗ്രമായ രീതിയിൽ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം പെണ്ണ്. ആ പെണ്ണൊരു പൂച്ചയെ കെട്ടിയിട്ടേ ഉള്ളൂ. ആ പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ, അതിന് വിശന്നതിൻ്റെ പേരിൽ ആ സ്ത്രീ നരകത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് കിടക്കുന്നത് എവിടെയെങ്കിലും അല്ല, സഹീഹ് ബുഖാരിയിലാണ്. ഉലമാക്കളോട് ചോദിക്ക്, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആധികാരികമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. ഒരു പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പോകേണ്ടി വന്ന മർഅത്തുൻ സാലിഹയെ കുറിച്ചിട്ട്. ഇപ്പുറത്താകട്ടെ വേറൊരു പെണ്ണിനെ കുറിച്ച് പറയുന്നു, സാനിയ എന്നാണ്, അവൾ വ്യഭിചാരിണിയാണ്, മോശക്കാരിയാണ് എന്നാണ്. ആ മോശക്കാരിയായ പെണ്ണ് ഒരു പാവം നായ കതച്ചുകൊണ്ട് വലഞ്ഞുകൊണ്ട് വന്നപ്പോൾ അതിൻ്റെ ഷൂവിൽ അല്ലെങ്കിൽ അതിൻ്റെ ചെരുപ്പിൽ മാത്രം പാത്രമില്ലാത്തത് കൊണ്ട് എടുത്തിട്ട് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അതിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തുവെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരോട് അതുകൊണ്ട് ആരെയും നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തല്ലേ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ വിശാലതമായ കാഴ്ചപ്പാടിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആരെയും അളന്ന് തിട്ടപ്പെടുത്തണ്ട. നാളെയുടെ ലോകത്ത് ആരൊക്കെ ഉയർന്നു നിൽക്കുമെന്ന് നമുക്കറിയില്ല. അതിൻ്റെ എല്ലാം തീരുമാനം സർവാധിപതി, സമഗ്രാധിപതി, സർവദീശത്വത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹു ഒരുവൻ മാത്രമാണ്. അന്ന് ഓരോ ആളുകളും ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചു പറയുമ്പോൾ ഓരോ പ്രവാചകരും വിശാലമായൊരു ഹദീസാണ്. ആദം നബിയുടെ അടുക്കൽ പോകും, നൂഹ് നബിയുടെ അടുക്കൽ പോകും, ഇബ്രാഹിം നബിയുടെ അടുക്കൽ പോകും അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാ നബിമാരും കഴിഞ്ഞ് അവസാനം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അരികിലെത്തും. ഇന്നത്തെ ദിവസം നിങ്ങൾ റൂഹുള്ളയല്ലേ, അള്ളാഹുവിന്റെ റൂഹല്ലേ, അള്ളാഹിനോട് വരാൻ പറ എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രദേശമുണ്ട്, ഒരു ഇടമുണ്ട്. ദാ അങ്ങോട്ട് പറഞ്ഞേക്കിൻ. ഇന്നത്തെ ദിവസം അവര് പറഞ്ഞാലല്ലാതെ അള്ളാഹു എഴുന്നള്ളൂല, അള്ളാഹു വരൂല. ഞങ്ങൾ ഒരു പ്രവാചകരെ വിളിച്ചാലും അള്ളാഹു വരൂല. അത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാൻ സുജൂദിൽ വീഴുമെന്നും എന്നെ സുജൂദിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നത് എൻ്റെ അള്ളാഹു ആയിരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് തല ഉയർത്തു എന്ന് മലക്കുകൾ വരി വരിയായി നിൽക്കും.
അങ്ങനെ അന്നത്തെ ദിവസം അല്ലാഹു എഴുന്നള്ളുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആരോരുമില്ലാത്ത നിശബ്ദമായ ആ രംഗം, ആ വല്ലാത്തൊരവസ്ഥയിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: ഇന്നത്തെ ദിവസത്തിൽ ആരുണ്ട് ഇവിടെ? ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. വിശുദ്ധ ഖുർആനാണിത്. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ ദിവസത്തെ ഉടമസ്ഥൻ ആരുണ്ട്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഖഹാറായ ഏകാധിപതിയായ ഞാനല്ലാതെ ഇന്നത്തെ ദിവസത്തിന്റെ ഉടമസ്ഥൻ ആരുണ്ടെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ ചോദിക്കാൻ. ആ ഏകഛത്രാധിപതിക്ക്, സർവാധിപതിക്ക്, സമഗ്രാധിപതിക്ക് എല്ലാം വിട്ടുകൊടുത്തേ പറ്റൂ. നാളെയുടെ ലോകം തീരുമാനിക്കുന്നത് ഏകാധിപതിയായ അല്ലാഹു മാത്രമാണ്. ദയവ് ചെയ്ത് നമ്മൾ ആളുകളെ ലിസ്റ്റ് ഇടല്ലേ, നമ്മൾ ആളുകളെ ഓരോന്നോരോന്ന് പറഞ്ഞ് അതാണ് ഇതാണെന്ന് പറയല്ലേ. തീരുമാനം അല്ലാഹുവിന് വിട്ടുകൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിക്കുക. മഹല്ലിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്, എല്ലാവരെയും നെഞ്ചിൽ ചേർക്കുക. നമ്മുടെ മഹല്ലിൽ ഏതെങ്കിലും മറ്റ് ജാതിയിൽപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർ ജീവിക്കുന്നുവെങ്കിൽ അവർക്കും അമ്ന് കൊടുക്കേണ്ടത് നമ്മളാണ്, നിർഭയത്വം കൊടുക്കേണ്ടത് നമ്മളാണ്. മക്കം ഫത്ഹ് നടന്നു. അവസാനം മദീനയിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പേ എല്ലാ ജാതിക്കാരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് ഇതാണ്: എൻ്റെ സമൂഹത്തിന് ഞാൻ നിർഭയത്വം കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഞാൻ നിർഭയത്വം തന്നിരിക്കും. എൻ്റെ സമൂഹത്തെ ഞാൻ സഹായിക്കുന്നതിനേക്കാൾ നിങ്ങളെ ഞാൻ സഹായിച്ചിരിക്കും. അങ്ങനെയാണ് സ്വന്തം മകളെ കൊന്ന, നഊദു ബില്ലാഹ്, പിന്നെ സൈനബ് റളിയല്ലാഹു തആലയെ കൊന്ന മനുഷ്യനെ ചൂണ്ടിയിട്ട് ഫദ്ഹബു അൻതും മുത്ലഖാ ഖാല സലാസ. ആ വാക്കിനെ 3 വട്ടം പറഞ്ഞു. ദാ നിങ്ങൾ പിരിഞ്ഞു പോവുക, നിങ്ങൾ എല്ലാവരും എന്ന് സ്വതന്ത്രരാണ് എന്ന്. ആരോടാ പറഞ്ഞത് എന്നറിയോ? ഈ അബൂ സുഫിയാനോട്, ഈ ഇക്രിമയോട്. സുഹൈൽ എനിക്കെതിരെ പ്രസംഗിച്ചതുപോലെ ഒരാളും എനിക്കെതിരെ പ്രസംഗിച്ചിട്ടില്ല എന്ന സുഹൈൽ അന്നാണ് ഇസ്ലാമിലേക്ക് വന്നത്. ദീനിന്റെ മുഖ്യ പ്രഭാഷകൻ അത് എന്നും സുഹൈൽ റളിയല്ലാഹു തആല അൻഹുവാണ്. ആ സുഹൈൽ റളിയല്ലാഹു തആല അൻഹു അന്നാ ദീനിലേക്ക് വന്നത്. അവർക്കും മാപ്പ്, ഇക്രിമക്ക് മാപ്പ്, തന്ത്രങ്ങൾ മെനഞ്ഞ ഇക്രിമക്ക് മാപ്പ്, അബൂ സുഫിയാൻ മാപ്പ്, നേതൃത്വം കൊടുത്ത അബൂ സുഫിയാൻ മാപ്പ്, ഹിന്ദക്ക് മാപ്പ്, കരളുകൾ പിച്ച് ചീന്തിയിട്ട് വെർലിൻ ഡർവിഷസിനെ പോലെ നൃത്തമാടിയ പിശാചിനി പെണ്ണ് എന്ന് അന്ന് ഹിസ്റ്ററിയിൽ കാണുന്ന ഹിന്ദ എന്ന പെണ്ണിനും മാപ്പ്. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരോടും സ്നേഹം മാത്രം. ഇനി രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ പോലും ഓപ്പോസിറ്റ് രാഷ്ട്രീയത്തിനെ തെറി വിളിക്കാതിരിക്കുക, ആക്ഷേപിക്കാതിരിക്കുക. വ്യക്തിപരമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഐഡിയോളജിക്കലി സംസാരിക്കുക, ആദർശപരമായി സംസാരിക്കുക. വ്യക്തിഹത്യകളെല്ലാം നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു പ്രതിപക്ഷ മനോഭാവം പോലും കാത്തുസൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ആളുകളോട് സംസാരിക്കാൻ. ഇതൊന്നും ഒരു ഉപദേശമല്ല, ഇത് ദീനാണ്. ഇതാണ് ദീൻ, ഇതാണ് ദീൻ. നിങ്ങൾ മജ്നൂനാണ്, നിങ്ങൾ കള്ളനാണ്, നിങ്ങൾ കദ്ദാബാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികൾ പറയുമ്പോഴൊക്കെ റസൂലുള്ളാഹി മിണ്ടാതെ നിന്നു. അത് കേട്ട് സഹിക്കാൻ പറ്റാതെ എൻ്റെ റസൂൽ മജ്നൂനല്ലെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അധ്യായം ഇറക്കി. എൻ്റെ റസൂൽ ഒരിക്കലും ഒരു മജ്നൂനല്ല. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞില്ല, ഇല്ല ഞാൻ ഒരു മജ്നൂനല്ല, നിങ്ങളാണ് മജ്നൂൻ എന്ന് റസൂലുള്ളാഹി ഒരിക്കലും തിരിച്ചു പറഞ്ഞിട്ടില്ല. പറയാതിരുന്നപ്പോൾ അല്ലാഹു ഇടപെട്ടിട്ട് പറഞ്ഞത്, ഇല്ല നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ റസൂൽ ഒരു മജ്നൂനല്ല എന്നാണ്. അതുകൊണ്ട് ആ ആത്മീയതയിൽ വളരാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ മഹല്ല്. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റണം. കുട്ടികൾക്ക് ചെറുപ്പം കാലം മുതലേ ഒരു ഓറിയന്റേഷൻ കൊടുക്കണം. യുവാക്കൾക്കുള്ള ഓറിയന്റേഷൻ, വിദ്യാർത്ഥികൾക്കുള്ള ഓറിയന്റേഷൻ, അവർക്ക് നല്ല ക്രെഡിബിലിറ്റിയോട് കൂടിയുള്ള ഓറിയന്റേഷൻ, ഇതൊക്കെ കൊടുക്കാൻ മഹല്ലിന് പറ്റണം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കത് ഉണ്ടായിരിക്കും. ഒരു എഡ്യൂക്കേഷണൽ ബോഡി, ഒരു കരിയർ ബോഡി, ഹയർ എഡ്യൂക്കേഷണൽ ബോഡി, വിദേശ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മാത്രം എൻട്രൻസ് ഓറിയന്റേഷൻ ബോഡി, ഇങ്ങനെ വ്യത്യസ്തമായ സെഗ്മെന്റേഷൻ നമ്മൾ തീർക്കണം. സ്ത്രീകൾ പ്രത്യേകിച്ചും ഓർക്കണം. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അപക്വതയിലേക്ക് പോകല്ലേ. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. ആവർത്തിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് കേസുകൾ. ദയവ് ചെയ്തിട്ട് ഇക്കിളിപ്പെടുത്തുന്ന ലോകത്തിലൂടെ കടന്നുപോയി ഒരു ഹായ് മെസ്സേജ് വന്നതിൻ്റെ പേരിൽ ജീവിതം തുളച്ചു കറയല്ലേ. കാരണം ഹായ് വിടുന്നവരെല്ലാം മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് വിട്ടതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ അവൻ ചോദിക്കുന്നുവെങ്കിൽ അവന് മാനസിക രോഗമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയുണ്ടെന്നറിയാൻ അവനൊരു മോഹമുണ്ട്. അതറിഞ്ഞാൽ പിന്നെ ഏതോ ലോകത്തിലേക്ക് സഞ്ചരിക്കാൻ അവനൊരു ദാഹമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ലോകത്തിലേക്ക് പോകാതിരിക്കുക എന്നതാണ്. ഇപ്പം ചെറിയ കുട്ടികൾ ഇവർ ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ. ഞാൻ എൻ്റെ കുടുംബത്തിലെ, അകന്ന കുടുംബത്തിലെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ
ഏകദേശം 21 വയസ്സായിട്ടുള്ളൂ. വാപ്പനോട് പറഞ്ഞു, നിങ്ങളിന്ന് ഇന്ന സ്ഥലത്തേക്കാണ് പരിപാടിക്ക് പോണത്. കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ്, പ്രശസ്തമായൊരു സ്ഥലം. പേര് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഞാനൊരു സ്ഥലത്തെ മോശമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഞാൻ പരിപാടിക്ക് അങ്ങോട്ടാണ് പോണത്, മയ്യത്തെടുക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ എന്നാൽ പോകുമ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരോടൊന്ന് പറയോ, അവിടുത്തെ ഒരു പെൺകുട്ടി, ആ മഹല്ലിലെ ഒരു പെൺകുട്ടി ചാറ്റ് ചെയ്ത് അവസാനം ഞാൻ എൻ്റെ പെരയ്ക്ക് വരും, ഞാൻ എന്നെ വിടൂലാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന് ആ പിതാവ് വല്ലാതെ നൊമ്പരപ്പെട്ട് പറയുമ്പോൾ, കേസ് എന്തായി മറ്റതെന്തായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പിതാവിൻ്റെ വാക്ക് ഞാൻ നിങ്ങളോട് വെക്കാൻ, കൊച്ചുമക്കൾ പോലും അബദ്ധസഞ്ചാരങ്ങൾ നടത്തി ഓരോരുത്തരുടെ ഭീഷണിയിൽ ജീവിതത്തെ ആത്മാഹുതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളും എല്ലാവരും നല്ല പക്വമായി ജീവിക്കുക, മഹല്ലതിന് നേതൃത്വം കൊടുക്കുക. ദയവ് ചെയ്ത് മഹല്ല് കാരണവന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷമില്ലാതെ വക്കാണമില്ലാതെ നല്ല സ്മൂത്തായി മുന്നോട്ട് പോവുക. ഓരോരുത്തരെയും അതിൻ്റെ അൻസിലിന്നാസ മനാസിലഹും, ഓരോരുത്തരുടെ സ്ഥാനങ്ങളനുസരിച്ച് നിങ്ങൾ ആദരിക്കുക. പരിപാടിക്ക് വിളിക്കൽ മാത്രമല്ല. ഒരു ഉദാഹരണം പറയാം. അഡ്വക്കേറ്റ് സാഹിബ് ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം ഒരു ക്ലാസ് എടുത്ത് പോയി. അങ്ങനെ മാത്രം പോരാ, അതിൻ്റെ ലീഗാലിറ്റിയുടെ നേതൃത്വത്തിലേക്ക് അങ്ങനെയുള്ളവരെ കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. ഇവിടെ PhD എടുത്തവരുണ്ടെങ്കിൽ ആ റിസർച്ചിലേക്ക് എങ്ങനെ പോകുക എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് അവരെ ഗൈഡൻസ് ആക്കി ഇട്ടുകൊടുക്കാൻ പറ്റണം. അല്ലാതെ എല്ലാം കൂടി 11 അംഗ പിന്നെ നമ്മുടെ ഭരണസമിതി നടത്തണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. മഹല്ലിലെ എല്ലാവർക്കും ജോലി കൊടുത്ത് എല്ലാവരെയും കമ്മിറ്റിയിലാക്കി അതിമനോഹരമായി മുന്നോട്ട് പോകാൻ പറ്റണം. പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞേച്ച് പോവാണ്, സ്ത്രീകൾക്കും അവരുടെ ക്ലാസ്സുകൾ, അവരുടേതായ കൂടലുകൾ, അതിനുവേണ്ടി അവർക്കിടയിൽ നിന്നും നേതൃത്വത്തെ മാറ്റി നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ സജീവമായൊരു മഹല്ലായി അടുത്ത 100 വർഷം കടന്നു വരുമ്പോൾ, അപ്പോൾ ഓരോ 100 വർഷങ്ങളും ആചരിക്കുന്നു ചില മഹല്ലുകൾ, ചില പ്രസ്ഥാനങ്ങൾ. ഇതേപോലെ അടുത്ത 100 years നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നത് തന്നെയാണ്. നമ്മുടെ പിൻഗാമികൾ ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് അവിടെ ഉണ്ടായത് നമ്മൾ പറയുമ്പോൾ, അടുത്ത വർഷങ്ങൾ കഴിയുമ്പോൾ 25, 50 വർഷം കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചായിരിക്കണം അന്നത്തെ ആളുകൾ പറയേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. അന്നിങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അന്നത്തെ സമൂഹത്തോട് പ്രായം ചെന്ന ഇന്നത്തെ 3 വയസ്സുകാരൻ 90 വയസ്സായി അന്നത്തെ ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ പേരിലുണ്ടാകണം. പോരാ, നമ്മുടെ മയ്യത്ത് വഹിച്ചുകൊണ്ട് ഈ കാണുന്ന ഭാഗത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മഹല്ലിലൂടെ ആ സമയത്ത് അവിടുത്തെ മണൽത്തരികൾ പോലും മനസ്സുകൊണ്ട് പറഞ്ഞേക്കണം, എന്നാണ് ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ ഉണ്ടാവുക എന്ന്. അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെയാകാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സമയം വൈകിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അള്ളാഹു ഈ മഹല്ലിനെയും ഇവിടെയുള്ള മഹല്ലുകാരെയും എല്ലാവരെയും ഏറ്റവും നല്ല രീതിയിൽ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും ഉയർച്ച നൽകുമാറാകട്ടെ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് യാത്ര ചെയ്യുക, മഹല്ലിൻ്റെ എല്ലാ പരിപാടികളിലും നമ്മൾ സജീവമാവുക. എനിക്കത് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നു. മഹല്ല് നട്ടുച്ചയ്ക്ക് പരിപാടി നടത്തിയിട്ട് നിങ്ങളെല്ലാവരും അതിൽ കൂടിയിരിക്കാൻ, അത് മഹല്ലിനോടും മഹല്ല് വക്താക്കളോടും ഈ സംവിധാനത്തോടും നിങ്ങളുടെ സ്നേഹമാണ്. ഏറ്റവും നല്ല രീതിയിൽ അത് പിന്തുടരുക. അതിമനോഹരമായി നമ്മുടെ മഹല്ല് മുന്നോട്ട് പോകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.